Samna ma'am and Sahana ma'am, shall we start? Yes, ma'am. Okay. Hello, Hi. good evening everyone. എൻ്റെ പേര് സംന. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം സ്വദേശിയാണ്. ഞാനൊരു ഫ്രീലാൻസ് കണ്ടന്റ് റൈറ്ററാണ്. ഇപ്പോൾ ജന്മൺ സൊല്യൂഷനിൽ ഹ്യൂമൻ മെന്റൽ ഹെൽത്ത് ഫോക്കസ് ചെയ്തുകൊണ്ട് കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ കുറച്ച് കഥ, കവിത ഒക്കെ എഴുതുന്ന ശീലത്തോടെ ഉണ്ട്. ഞാൻ വിംബിൾ അക്കാദമിയുടെ പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സിന്റെ 23ാമത് ബാച്ച് സ്റ്റുഡന്റ് ആണ്. വിംബിൾ അക്കാദമിയുടെ ട്രെയിനേഴ്സ് ടോക്ക് എന്ന പ്രോഗ്രാമിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പ്രൊഫഷണൽ ട്രെയിനേഴ്സ് കോഴ്സ് പൂർത്തിയാക്കിയ പ്രൊഫഷണൽ ട്രെയിനേഴ്സ് ആണ് ഇതിൽ അവതാരകരായിട്ട് എത്തുന്നത്. ട്രെയിനിങ് നമുക്കറിയാം, ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും നിരവധി സാധ്യതകളാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത്. സ്കൂളുകളായാലും കോളേജുകളായാലും കോർപ്പറേറ്റ് മേഖലയിലായാലും എന്ന് തുടങ്ങി ഇന്ന് മനുഷ്യനെ സംബന്ധിക്കുന്ന ഏതൊരു മേഖലയിലും ഒരു ട്രെയിനർ എന്നതൊരു വൈറ്റൽ എലമെന്റ് ആയിട്ട് മാറിയിട്ടുണ്ട് ഇന്നത്തെ ഒരു കാലത്ത്. അങ്ങനെയുള്ള ഒരു സൊസൈറ്റിയിലേക്ക് ഒരു ട്രെയിനർ ആവാൻ വേണ്ട എല്ലാ ക്വാളിറ്റികളോടും കൂടിയാണ് വിംബിൾ അക്കാദമി ഓരോ സ്റ്റുഡന്റിനെയും പ്രാപ്തരാക്കുന്നത്. ഇന്നത്തെ ട്രെയിനിങ് സെഷനിൽ നമുക്ക് മുന്നിൽ ഒരു റിലവന്റ് ആയ ഒരു ടോപ്പിക്കുമായിട്ട് എത്തുന്നത് മിസ് ബീഗം ഷഹാന മാം ആണ്. മാം ഒരു മെന്റൽ ഹെൽത്ത് എക്സ്പെർട്ടും കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റും ഒരു പ്രൊഫഷണൽ ട്രെയിനറും കൂടിയാണ്. മാം ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് സ്റ്റോപ്പ് റണ്ണിങ് എം ടി എന്ന് വെച്ചാല് ഈ ഒരു തിരക്ക് പിടിച്ച ഈ ഒരു കാലഘട്ടത്തിൽ സെൽഫ് ലവ് എന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള പ്രാധാന്യത്തെ പറ്റിയാണ് ഇന്നാണ് സംസാരിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. And I welcome Ms. Shahana Begum, ma'am, to enlighten us with a wonderful session. Thank you. താങ്ക് യു ഷംന മാം. വളരെ സന്തോഷം. ഒരു കുറച്ച് നാളത്തെ ഗ്യാപ്പിന് ശേഷമാണ് പിന്നെയും ട്രെയിനേഴ്സ് ടോക്കിലേക്ക് വരുന്നത്. അപ്പം എന്നെ പറ്റി ഷംന മാം നന്നായിട്ട് പറഞ്ഞു. എൻ്റെ പേര് ബീഗം ഷഹാന എന്നാണ്. ഞാൻ ട്രിവാൻഡ്രത്താണ്. ഞാനൊരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആയിട്ടും പ്രൊഫഷണൽ ട്രെയിനറുമായിട്ടൊക്കെ വർക്ക് ചെയ്യുകയാണ്. ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. വിംബിൾ അക്കാഡമിയുടെ സപ്പോർട്ടോടി തന്നെ നമ്മൾ ഓഫ്ലൈൻ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് മെന്റൽ വെൽനെസിന്റെ ഭാഗമായിട്ടുള്ള ട്രെയിനിങ് സെഷൻസ് ആണ്. പ്രൊഫഷണൽസിനെയും സ്റ്റുഡൻസിനെയും ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ട്രെയിനിങ് സെഷൻസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും എൻ്റെ ഈ ട്രെയിനേഴ്സ് ടോക്കിലേക്ക് ഞാനും സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായിട്ട് തന്നെ ഞാൻ എല്ലാവരെയും ഒന്ന് നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാണ്. കാരണം നമ്മുടെ മെന്റൽ വെൽനെസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളതാണ് ഇതിലേക്ക് നിങ്ങളെല്ലാവരെയും എത്തിച്ച കാര്യം. കാരണം അതിന് നിങ്ങൾക്ക് അത്രയും പ്രാധാന്യമുള്ളതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്യാൻ 1 hour നിങ്ങളുടെ വാല്യൂബിൾ ആയിട്ടുള്ള ഒരു ടൈമാണ് അതിലേക്ക് സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾ വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ഭയങ്കരമായിട്ട് നിങ്ങൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പൊ അതിന് റിയലി നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളത് വലിയ കാര്യമാണ്. അപ്പോൾ ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യുകയാണേ. എല്ലാവർക്കും സ്ക്രീൻ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Yes, ma'am. ഓക്കെ. സോ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും ഭയങ്കര തിരക്ക് പിടിച്ചൊരു ജീവിതത്തിലാണല്ലേ. നമ്മളെല്ലാവരും നമ്മുടെ ഗ്രോത്ത്, നമുക്ക് കുറേയധികം റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. പ്രൊഫഷണൽ, പേഴ്സണൽ, കരിയർ റിലേറ്റഡ് ആയിക്കോട്ടെ, ഇങ്ങനെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസിന്റെ പിന്നാലെയുള്ള ഒരു ഓട്ടപ്പാച്ചിലാണ് നമ്മളുടെ ഡെയിലി ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ തിരക്കുണ്ടെങ്കിലും, നമ്മൾ എത്ര തിരക്കുണ്ടെങ്കിലും നമ്മുടെ കംഫർട്ട് സോണിൽ നിന്നൊക്കെ പുറത്തു വന്ന് നമ്മൾ ചില ആൾക്കാർക്ക് വേണ്ടി നമ്മൾ സമയം കണ്ടെത്താറുണ്ട് അല്ലെ. ചില സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. മക്കളാവാം, ഫാമിലിയിലുള്ളവരാകാം, അതാരും ആയിക്കോട്ടെ. പക്ഷെ അവർക്ക് വേണ്ടി നമ്മുടെ എല്ലാ റെസ്പോൺസിബിലിറ്റീസും കുറച്ചു നേരത്തേക്ക് മാറ്റി വെക്കാനും നമ്മുടെ കംഫർട്ട് എല്ലാം മാറ്റി വെച്ച് നമ്മളെ ഈ ഒരു തിരക്ക് പിടിച്ച ജീവിതത്തിന് ഒരു പോസ് കൊടുക്കാൻ നമ്മൾ റെഡി ആവാറുണ്ട്. എല്ലാവരുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ നിങ്ങൾ ആളുടെ പേരോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ ഈ കമന്റ് ബോക്സിലേക്ക്, ചാറ്റ് ബോക്സിലേക്ക് ഒന്ന് ഇടാവോ?
പറയാൻ നിങ്ങൾക്ക് ഇപ്പം അൺമ്യൂട്ട് ചെയ്ത് പറയണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിലേക്ക് ഇടാം. അപ്പൊ നമുക്ക് അറിയാൻ പറ്റുമല്ലോ നിങ്ങളുടെ ലൈഫിൽ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അങ്ങനെ ഒരു ആള് ഉണ്ട് എങ്കിൽ അങ്ങനെ ചെയ്യാമോ? നിങ്ങൾ ചാറ്റ് ബോക്സിലേക്ക് ഒന്ന് ഇട്ടാൽ വളരെ ഉപകാരമായിരുന്നു. പറയാം, അൺമ്യൂട്ട് ചെയ്ത് പറയുന്നെങ്കിൽ പറയാം കേട്ടോ, കുഴപ്പമില്ല. ആരും ഇട്ടിട്ടില്ല, ആർക്കും ഇല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാർ. അങ്ങനെ പോസ് ചെയ്ത് നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ മാറി മക്കളായിരിക്കാം. നമ്മളെല്ലാവർക്കും ഇപ്പം മക്കളുള്ളവരാണെങ്കിൽ അറിയാം, അവരുടെ എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഇരിക്കാറുണ്ട് അല്ലേ? അങ്ങനെ ഇരിക്കാറില്ലേ കുറച്ചു നേരമെങ്കിലും? ഉണ്ട്, ഇരിക്കാറുണ്ട്. ആ, ഇരിക്കാറുണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരാളുണ്ടാവും, ഒരാളല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർ നമുക്കുണ്ടാവും. പക്ഷെ നമ്മൾ അതേ സ്നേഹത്തോടെ അതേ തിരക്കുകളെല്ലാം ഒഴിവാക്കി അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി മെനക്കെട്ട് ഇരിക്കാറുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. നമ്മൾ ആ കൊടുക്കുന്ന അതേ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു 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 തരത്തിലെങ്കിലും നമ്മൾ ആ ഒരു പോസ് ചെയ്യുന്ന ഒരു ടൈം നമ്മൾ കൊടുക്കാറുണ്ടോ നമുക്ക്? അപ്പോൾ അതാണ് നമ്മൾ ഇല്ല. ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കാൻ, നമ്മുടെ കാര്യങ്ങൾ കൂടെ പ്രയോറിറ്റൈസ് ചെയ്യാൻ, മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഒഴിവാക്കാനല്ല, അതിനൊപ്പം നമ്മുടെ കാര്യങ്ങൾക്ക് എങ്ങനെ പ്രാധാന്യം കൊടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബിക്കോസ് യു കോൺ പോർ ഫ്രം ആൻ എംപ്റ്റി കപ്പ്. ഒരു എംപ്റ്റി കപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, പോർ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പൊ അതിനാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷനിലേക്ക്, സ്റ്റോപ്പ് റണ്ണിങ് എംപ്റ്റിയിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് എന്താണ് സെൽഫ് ലവ് എന്നുള്ളതാണ്. കാരണം നമ്മളുടെ സ്നേഹമാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ഒഴിവാക്കി ഒരാൾക്ക് വേണ്ടി മെനക്കെട്ടിരിക്കുന്നത് അല്ലെ. നമുക്ക് ഇഷ്ടമുള്ള നമ്മളെ ജോലികൾ നമ്മൾ എന്തുകൊണ്ടാണ് ആത്മാർത്ഥമായിട്ട് പലപ്പോഴും ചെയ്യുന്ന ആൾക്കാർ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, അവർക്ക് ആ ജോലി ഇഷ്ടമായിട്ടായിരിക്കും അവർ അത്രയും മെനക്കെട്ടിരിക്കുന്നത്. സിമിലർലി നമുക്ക് നമ്മളോടൊരു സ്നേഹം ഇല്ലെങ്കിൽ നമുക്കായിട്ട് സമയം കണ്ടെത്താൻ എന്തുണ്ടാവില്ല, ഇൻട്രസ്റ്റ് ഉണ്ടാകത്തില്ല. അപ്പൊ എന്താണ് സെൽഫ് ലവ്, അത് ആദ്യം എക്സ്പ്ലോർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എങ്ങനെ നമുക്ക് നമ്മുടെ കപ്പ് നിറയ്ക്കുന്നത് എന്ന് നോക്കുന്നത് പിന്നീടാവാം. ആദ്യം സെൽഫ് ലവ് എന്താണെന്ന് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. എന്താണ് സെൽഫ് ലവ് എന്ന് നിങ്ങൾക്ക് പറയാമോ? സ്നേഹം എന്താണ്? നിങ്ങളുടെയൊക്കെ കണ്ണിൽ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ഒരു എന്താ നിങ്ങൾ പറയുക? ഒരാളോട് സ്നേഹം ഉണ്ടെന്ന് നമ്മൾ എപ്പോഴാണ് പറയുന്നത്? എങ്ങനെ മനസ്സിലാക്കാം നമുക്ക് ഒരാളോട് ഇഷ്ടമാണ്? എല്ലാ കാര്യത്തിലും ചേർത്ത് പിടിക്കും ആളെ. അതെ, നമ്മൾ എല്ലാ കാര്യത്തിലും ചേർത്ത് പിടിക്കുക, അയാളെ അക്സെപ്റ്റ് ചെയ്യും അല്ലെ. അയാളെ അയാളായി അക്സെപ്റ്റ് ചെയ്യുക, അയാളുടെ പോസിറ്റീവ്സും നെഗറ്റീവ്സും മനസ്സിലാക്കുക, അയാളുടെ നീഡ്സ് എന്താണെന്ന് മനസ്സിലാക്കുക. ഇതൊക്കെയാണ് സ്നേഹം എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യാതെ അവരോടുള്ള സ്നേഹങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുക, അവരുടെ എല്ലാ പ്രശ്നങ്ങളിലും അവർക്ക് ഒപ്പം നിൽക്കുക എന്നൊക്കെ ഉള്ളതാണ് സ്നേഹം. സിമിലറാണ് നമ്മളെ കാര്യത്തിലും, നമ്മളായി അക്സെപ്റ്റ് ചെയ്യുക, നമ്മുടെ നീഡ്സ് എന്താണെന്ന് മനസ്സിലാക്കുക, നമ്മുടെ ലിമിറ്റ്സിനെ റെസ്പെക്ട് ചെയ്യുക, നമ്മളെ ഒറ്റയ്ക്കാക്കരുത്. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നീ മോശമാണ് എന്ന് പറഞ്ഞ് അവിടെ അങ്ങനെ ഒറ്റപ്പെടുത്തി ഇരുത്തല്ലേ. നമ്മളിങ്ങനെ നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരിക. ഇതൊക്കെയാണ് നമ്മൾ സെൽഫ് ലവ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് നമ്മൾ സെൽഫ് ലവിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളതാണ്. കാരണം നമ്മുടെ കാര്യങ്ങളിൽ തീരുമാനം എടുക്കാനും നമുക്ക് നല്ല റിലേഷൻഷിപ്സ് മറ്റൊരാളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും സെൽഫ് ലവ് ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ല. നമ്മളെ തന്നെ സ്നേഹിക്കാൻ നമ്മൾ എങ്ങനെയാ മറ്റൊരാളെ സ്നേഹിക്കാൻ പറ്റുന്നത്? നമ്മളെ സ്നേഹിക്കണമെങ്കിൽ, നമ്മൾ മറ്റൊരാളെ ഇഷ്ടപ്പെടണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് മറ്റൊരാൾക്ക് വേണ്ടി സമയം കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമുക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. സോ സെൽഫ് ലവ് എന്താണെന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ മെന്റൽ ഹെൽത്തിനെയും ഫിസിക്കൽ ഹെൽത്തിനെയും ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് അങ്ങനെ ഒരു അല്പമെങ്കിലും നിങ്ങളോട് ഇഷ്ടമുള്ളതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ വന്നിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ തയ്യാറായത്. അല്പമെങ്കിലും സ്നേഹം നിങ്ങൾക്ക് കൊടുക്കുന്നു. കാരണം എന്നാ ഈ ഒരു സെഷനിൽ എനിക്ക് എന്തെങ്കിലും ഗുണമുള്ളതുണ്ടോ എന്നുകൂടി നിങ്ങൾക്ക് അറിയണം. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഓക്കെ, സോ പക്ഷെ എന്തുകൊണ്ടാണ് നമുക്ക് സെൽഫ് ലവ് എന്ന് പറയുന്നത് കുറഞ്ഞു പോകുന്നത്? എപ്പോഴാണ് കുറയുന്നത് എന്നുള്ളതാണ്.
അപ്പൊ അതാണ് ഈ പറയുന്നത്. ഒന്ന്, നമുക്ക് പാസ്റ്റ് എക്സ്പീരിയൻസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിനെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്താൽ എന്ത് പറ്റും? നമ്മൾ ഓട്ടോമാറ്റിക്കലി നെഗറ്റീവായിട്ട് നമ്മളെക്കുറിച്ച് സംസാരിക്കും, ഉള്ളിൽ സെൽഫ് ടോക്ക് വരും. അപ്പൊ നമുക്ക് നമ്മളെ തന്നെ മോശമായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ പാസ്റ്റ് എക്സ്പീരിയൻസസ് ഒരു കാരണമാണ്. പിന്നെ നമ്മുടെ ഫാസ്റ്റ് പേസ്ഡ് ലൈഫ് ഒരു കാരണമാണ്. കാരണം നമുക്ക് അതിനുള്ള നേരമില്ല. ഇരുന്ന് നമ്മളെക്കുറിച്ച് ചിന്തിക്കാനോ നമുക്ക് വേണ്ടി ഒരു സമയം കണ്ടെത്താനോ നമുക്ക് നേരം കിട്ടുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു ബിസി സ്കെഡ്യൂൾസ് ഭയങ്കര ഒരു റീസൺ ആണ് അതിന്. പിന്നെ എന്ന് പറഞ്ഞാൽ കമ്പാരിസൺ ആണ്. നമ്മളെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവരായിട്ടെന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഒപ്പം പഠിച്ചവരായിരിക്കാം, ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം. നമ്മൾ കമ്പയർ ചെയ്യുന്നത് മാത്രമല്ല, ചിലപ്പോൾ നമുക്ക് ചുറ്റുമുള്ളവർ അവരുടെ എക്സ്പെക്ടേഷൻസ് നമ്മളിലേക്ക് ഏൽപ്പിച്ചിട്ട് അവർ നമ്മളെ കമ്പയർ ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ ഇഷ്ടമല്ലാതെ വരും. നമ്മൾ ഇപ്പൊ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയക്കകത്ത് കയറിയിട്ട് അവരുടെ ഹൈലൈറ്റ്സ് ആണ് നമ്മുടെ റിയാലിറ്റി ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അവരിടുന്ന റീൽസും അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടിട്ട് നമുക്ക് റിയാലിറ്റി അറിയില്ല. അത് ബിഹൈൻഡ് ദ സീനാണ് അവരുടെ റിയാലിറ്റി എന്ന് പറയുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ അത് വെച്ചിട്ടാണ് നമ്മുടെ റിയാലിറ്റിയെ കമ്പയർ ചെയ്യാറുള്ളത്. അതുപോലെ പെർഫെക്ഷനിസം എന്ന് പറയുന്നത്, ചില ആൾക്കാർക്ക് പെർഫെക്റ്റ് ആയിരിക്കണം എല്ലാ കാര്യങ്ങളും. നമുക്ക് നമ്മുടേതായ ഒരു ലിമിറ്റ് ഉണ്ട്. നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ, നമുക്ക് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം പെർഫെക്റ്റ് ആവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ, നമ്മുടെ ഫ്ലോസിനെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കാത്തത് കൊണ്ടാണ് നമുക്ക് നമ്മളെ തന്നെ സ്നേഹിക്കാൻ പലപ്പോഴും പറ്റാത്തത്. ഓക്കെ, ഇവിടെ ഇരിക്കുന്നവരെ കാര്യമല്ല പറയുന്നത്. ഇപ്പോൾ ഒരുപാട് പേരുണ്ട്, നമ്മൾ അവരെ അവെയർ ആക്കാനും കൂടിയാണ് നമ്മൾ ഈ സെഷനിൽ ഇരിക്കേണ്ടത്. ചിലപ്പോൾ നമുക്ക് സെൽഫ് ലവ് ഉണ്ടായിരിക്കാം, ചിലപ്പോൾ നമുക്ക് ചുറ്റുമുള്ളവർക്ക് നമുക്കൊരു സഹായം എത്തിക്കാൻ കഴിഞ്ഞേക്കും എന്നുള്ളതാണ് നമുക്ക് ഇവിടുന്ന് കേൾക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് 4 പില്ലേഴ്സ് ആണ്, 4 തൂണുകളാണ് സെൽഫ് ലവ്. അപ്പൊ സെൽഫ് ലവ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് ഇങ്ങനെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് നമ്മൾ സെൽഫ് ലവിലേക്ക് എത്തുന്നത്, എങ്ങനെയാണ് നമ്മുടെ കപ്പ് നമ്മൾ നിറയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അതിനുള്ള 4 കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. ഇവ എങ്ങനെ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാം. അപ്പൊ നമ്മുടെ സെൽഫ് ലവിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെൽഫ് അവയർനെസ്, രണ്ടാമത് സെൽഫ് കമ്പാഷൻ, ബൗണ്ടറീസ്, സെൽഫ് കെയർ. ഈ 4 കാര്യങ്ങളാണ് സെൽഫ് ലവിന് അത്യാവശ്യമായിട്ട് വേണ്ടത്. ഈ 4 തൂണുകൾ ഉണ്ടാവണം. നമ്മുടെ സെൽഫ് ലവ് ഈ 4 തൂണുകളിൽ നിൽക്കണം. അപ്പൊ ഈ 4 തൂണുകളും സ്ട്രോങ് ആയിരിക്കുകയും വേണം, ഇല്ലെങ്കിൽ സെൽഫ് ലവ് പൊളിഞ്ഞു പോകും. ഓക്കെ, അപ്പൊ ആ ഒരു ഫൗണ്ടേഷൻ നമുക്ക് എങ്ങനെ ബിൽഡ് ചെയ്തെടുക്കാം, എന്തെല്ലാം ചെറിയ ചെറിയ ടിപ്സ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് പോവാം, ഓരോന്നിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ആദ്യം സെൽഫ് അവയർനെസ് ആണ്. നമ്മളൊരു ക്ലാസ്സിലേക്ക് കയറി ചെല്ലുകയാണ്, നമ്മുടെ ഏതെങ്കിലും PGയോ ഡിഗ്രി ക്ലാസ്സുകളോ ഒക്കെ നിങ്ങൾക്ക് ആലോചിക്കാം. ആ ക്ലാസ്സിൽ ചെന്ന ഉടനെ അവിടുത്തെ കുട്ടികളുമായിട്ട് നിങ്ങൾ കൂട്ടുകൂടുകയാണോ ചെയ്തത്? നിങ്ങൾ സ്കൂൾ ക്ലാസ്സുകളായിക്കോട്ടെ, എങ്ങനെ ആയിക്കോട്ടെ, അവിടെ ചെന്ന് കയറിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കുട്ടികളുമായിട്ട് ഭയങ്കര അടുപ്പമായി, ഇഷ്ടമായി, ഭയങ്കര കൂട്ടായി. ആദ്യത്തെ ഫസ്റ്റ് ഡേ തന്നെ നിങ്ങൾക്ക് അവരോടുള്ള കമ്പനി ഉണ്ടായോ? നിങ്ങൾ ഭയങ്കര കമ്പനി ആയോ അവരടുത്ത്? ഇല്ല. ടൈം എടുക്കുമല്ലോ മാം. ടൈം എടുത്തു. എന്തിനാണ് ആ ടൈം എടുത്തത്? അവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അവരെ അറിയാനാണ്. അവരെ കൂടുതലായിട്ട് നമ്മൾ അറിയുന്തോറുമാണ് നമുക്ക് ഒരാളോടുള്ള ഇഷ്ടം തോന്നുന്നത്, അല്ലേ? നമുക്ക് ഒരാളിപ്പോ, എനിക്ക് അർച്ചന മാമിനെ അറിയില്ലായിരുന്നു. ഞങ്ങളൊരു 2 months ഒരു ക്ലാസ് നമുക്ക് ട്രെയിനേഴ്സ് ടോക്കിൽ കിട്ടിയപ്പോൾ അർച്ചന മാമായിട്ട് കൂടുതൽ എടുത്തു. ഇപ്പൊ അർച്ചന മാമിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, അല്ലേ? അപ്പൊ അർച്ചന മാമിനെ അറിഞ്ഞപ്പോഴാണ് എനിക്ക് എന്ത് തോന്നിയത്? ആ വ്യക്തിയോട് എനിക്ക് ഇഷ്ടം തോന്നുന്നത്. സോ വി ഷുഡ് ബി അവയർനെസ് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ കുറിച്ച് അവയർനെസ് ഇല്ലെങ്കിൽ നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടാൻ പറ്റില്ല എന്നുള്ളത്. അപ്പൊ നമുക്കൊരു ഫോൾസ് തിങ്കിങ് ഉണ്ട്. സെൽഫ് അവയർനെസ് എന്ന് പറഞ്ഞാൽ നമ്മളെ കുറിച്ച് റിഫ്ലക്ട് ചെയ്യാൻ, നമ്മുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും അറിയാം, ഇത്രയുള്ള അവയർനെസ്. അത്രയും അല്ല നമ്മളെ പറ്റിയുള്ള അവയർനെസ് എന്ന് പറയുന്നത്. ഒന്ന്, നമുക്ക് മറ്റുള്ളവരിൽ എന്തെല്ലാം ഇമ്പാക്റ്റ് ഉണ്ട്, നമ്മളുടെ വാചകങ്ങൾ, നമ്മുടെ ആക്ഷൻസ്, നമ്മുടെ ബിഹേവിയർ, നമ്മുടെ ടോക്സ്, നമ്മുടെ സ്പീച്ച്, നമ്മുടെ ഓരോ ആക്ഷൻസും എങ്ങനെ മറ്റുള്ളവരെ ഇമ്പാക്ട് ചെയ്യുന്നു, മറ്റുള്ളവരെ അഫക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അത് നമ്മൾ നോക്കണം. അതുപോലെ നമ്മളെ പറ്റി പറയുന്ന ഫീഡ്ബാക്സ് എന്താണ്, മറ്റുള്ളവർ നമ്മളെ കുറിച്ച് എന്തൊക്കെയാണ് സംസാരിക്കുന്നത്. പിന്നിൽ സംസാരിക്കുകയല്ല, നമ്മുടെ ഫേസിൽ പറയുന്ന കാര്യങ്ങൾ. കാരണം ജെന്യുവൻ ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ ഫേസിൽ തന്നെ പറയും, പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും. അതുപോലെ നമ്മുടെ ആക്ഷൻസും നമ്മുടെ വാല്യൂസും കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ടോ? നമുക്കൊരു വാല്യൂ ഉണ്ടാവണമല്ലോ.
അത് നമ്മുടെ ആക്ഷൻസുമായിട്ട് കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ടോ? അതുപോലെ നമ്മുടെ തോട്ട്സ് എങ്ങനെയാണ്, നമ്മുടെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആക്ഷൻസ് എങ്ങനെയാണ്, ഇതിൽ കൂടെ നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ അറിയണം. നമ്മൾ റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഇങ്ങനെയാണ് സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത്. നമ്മൾ ആരാണ്, നമുക്ക് എന്താണ് ആവശ്യം, നമ്മുടെ നീഡ്സ് എന്താണ്, നമ്മുടെ വോൺസ് എന്താണ്, നമ്മൾ എന്താണ് പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്നത്, നമ്മൾ എന്ത് ചെയ്യുമ്പോഴാണ് ഹാപ്പി ആവുന്നത്, എന്താണ് നമ്മുടെ എനർജി ലൂസ് ആക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങള് നമ്മൾ വ്യക്തമായി അറിയുന്നതിനെയാണ് സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മുടെ റിയൽ ചേഞ്ച് വരുന്നത്. ഇനി എന്താണ് സെൽഫ് അവയർനെസിന്റെ ബെനിഫിറ്റ്? നമുക്ക് ചെയ്യുമ്പോൾ നമ്മളെക്കുറിച്ച് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് അതനുസരിച്ച് നമ്മുടെ ഗ്രോത്തിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അവിടെയാണ് ഗ്രോത്ത് ഉണ്ടാവുന്നത്. ഇമോഷണൽ റെഗുലേഷൻ, നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. മറ്റൊരാളുടെ എൻ്റെ ഇമ്പാക്റ്റ് എന്താണ്, അതനുസരിച്ചായിരിക്കും നമ്മൾ പിന്നെ അവരോട് സംസാരിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് പറയുന്ന പല കാര്യങ്ങളും വേറൊരാൾ നെഗറ്റീവായിട്ടാണ് എടുക്കുന്നത് എങ്കിൽ നമുക്ക് അവിടെ നമ്മുടെ സ്പീച്ച്, നമ്മുടെ വേ ഓഫ് ടോക്ക് നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. അവിടെ നമ്മൾ വളരെ കറക്റ്റായിട്ട് നമ്മളെ മനസ്സിലാക്കിയിരിക്കണം നമ്മൾ എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നുള്ളത്. അവരുടെ ബൗണ്ടറീസ് ക്ലിയർ ആയിരിക്കണം, നമ്മുടെ ബൗണ്ടറീസ് നമുക്ക് ക്ലിയർ ആയിരിക്കണം. അപ്പൊ റിലേഷൻഷിപ്സ് ഒന്ന് ഫോസ്റ്റർ ചെയ്തെടുക്കാൻ പറ്റും. വളരെ നല്ല റിലേഷൻഷിപ്പിലായിരിക്കാൻ പറ്റും. കറക്റ്റായിട്ട് നമ്മളെക്കുറിച്ച് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ആരോട് സംസാരിക്കണം, എപ്പോൾ സംസാരിക്കണം, എവിടെ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് വ്യക്തമായി ക്ലിയർ ആയിട്ട് ക്ലാരിറ്റി ഉണ്ടാവണമെങ്കിൽ നമ്മൾ നമ്മളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കും. അപ്പൊ ഇതെങ്ങനെ ബിൽഡ് ചെയ്തെടുക്കാം, ഈ ഒരു സെൽഫ് അവയർനെസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം ഉള്ളത് പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ്. അതായത് എന്ത് കാര്യം ചെയ്താലും ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുമ്പോൾ എല്ലാവരും മെഡിറ്റേറ്റിംഗ്, യോഗ ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത്. ഇതെല്ലാം അതിന്റെ പാർട്ടാണ്. പക്ഷെ നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും മൈൻഡ്ഫുൾ ആയിട്ട് തന്നെ ചെയ്യണം. പലപ്പോഴും നമ്മൾ ചില കാര്യം, നമ്മളിപ്പോൾ ഫുഡ് കഴിക്കുന്ന നിസ്സാര കാര്യമാണ് പറയുന്നത്. ഫുഡ് കഴിക്കുന്ന ടൈമിൽ ചിലപ്പോൾ നമ്മൾ ഫോൺ നോക്കിക്കൊണ്ടിരിക്കും, വരുന്ന മെസ്സേജസ് ചെക്ക് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ TV കാണാറുണ്ട്, കുട്ടികളോട് സംസാരിക്കാറുണ്ട്, അങ്ങനെയുള്ള പല കാര്യങ്ങളിലും നമ്മൾ ഏർപ്പെടാറുണ്ട്. പക്ഷെ ഫുഡ് കഴിക്കുന്ന ടൈമിൽ നിങ്ങളെ തന്നെ നിങ്ങൾ ആ ഒരു ഫുഡ് കഴിക്കുന്ന കാര്യത്തിലേക്ക് എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്ത് മൈൻഡ്ഫുൾനെസ്, ആ ഒരു പ്രസന്റ് മൊമെന്റിലേക്കായിരിക്കണം. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ വളരെ കെയർ ചെയ്ത് ഇന്റൻഷണൽ ആയിട്ട് നമ്മൾ തോട്ട്ഫുള്ളി അവിടെ ഇരുന്ന് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് മനസ്സിലാവും നമ്മൾ എവിടെയാണ് ശരിയാവേണ്ടത്, അല്ലെങ്കിൽ ഏതാണ് നമ്മുടെ ഇഷ്ടങ്ങൾ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് നോട്ട് ഓൺലി മെഡിറ്റേഷൻ, യോഗ അല്ലെങ്കിൽ ബ്രീത്തിങ് എക്സസൈസ് മാത്രമല്ല, നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സറിഞ്ഞ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോൾ പോലും ചിലപ്പോൾ നിങ്ങളുടെ മൈൻഡ് വോണ്ടർ ചെയ്യുന്നുണ്ടാവാം. ഞാൻ പറയുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ മൈൻഡിലേക്ക് കയറുന്നുണ്ടാവില്ല. ബട്ട് അവിടെ നമ്മൾ ഇന്റൻഷനലി അത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കാനുള്ള ഒരു ശ്രമം നടത്തണം. ബാക്കിയെല്ലാം ഈ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് 1 അവർ ഇതിലേക്ക് വന്നാൽ ഇതിലേക്ക് തന്നെ ശ്രദ്ധിച്ചിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ നമ്മളൊരു ജേർണൽ കീപ്പ് ചെയ്യണം. നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ തോട്ട്സ് എന്താണ്, നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മുടെ വിഷൻ എന്താണ് എന്നൊക്കെ നമ്മൾ എഴുതാനായിട്ട് ഒരു ജേർണലിംഗ് നമ്മൾ ചെയ്യാനുള്ള ഒരു പ്രാക്ടീസ് നമ്മൾ കൊണ്ടുവരണം. ജേർണലിംഗ് എന്ന് പറഞ്ഞാൽ വെൻ ഇറ്റ് ഈസ് റിട്ടൺ ഇറ്റ് ഈസ് ഹാഫ് ഡൺ എന്നുള്ളതാണ്. നമ്മളിപ്പോഴും പണ്ട് ആൾക്കാർ എന്ത് ചെയ്യും, പേനയും പേപ്പറും ഒക്കെ എടുത്ത് വളരെ കൃത്യമായിട്ട് നമ്മളൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ പോലും, നമ്മളൊരു പ്ലാൻ എടുക്കണമെങ്കിൽ പോലും നമ്മൾ എഴുതി വെക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാവും. ഞാൻ എൻ്റെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ട്രെയിനിങ് സെഷൻസ് കണ്ടക്ട് ചെയ്യുന്നു. ബിഫോർ ദാറ്റ് ഈ സെഷന് പോലും ഞാൻ നേരത്തെ എഴുതി പ്രിപ്പയർ ചെയ്തു, സ്ക്രിപ്റ്റ് അല്ലെങ്കിലും എന്ത് പറയണം എന്നുള്ളത് എഴുതി പ്രിപ്പയർ ചെയ്ത് വെക്കാറുണ്ട്. ആ എഴുതി പ്രിപ്പയർ ചെയ്ത് വെക്കുന്നതും അങ്ങനെ പ്രിപ്പയർ ചെയ്യാതെ എടുക്കുന്നതും തമ്മിൽ വളരെ വ്യത്യാസം എനിക്ക് തോന്നാറുമുണ്ട്. അപ്പൊ അത് എഴുതുക എന്നുള്ളൊരു ജേർണൽ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ഓണസ്റ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്സ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. നമ്മളെക്കുറിച്ച് ഒരാൾ മോശമാണ് പറയുന്നത്, നിങ്ങൾ ഇവിടെ ശരിയാക്കണം എന്നാണ് പറയുന്നത്, നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം. കാരണം നമ്മുടെ ഒരു ഫ്ലോ, എവിടെയോ നമുക്കൊരു തെറ്റ് പറ്റിയതാണല്ലോ പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഇല്ലാത്ത അവസരങ്ങൾ നമ്മളെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ കേട്ട് ടെൻഷൻ അടിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. നമ്മളോട് പറയുന്ന ഫീഡ്ബാക്സിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഒരു ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാർ, നമ്മൾ നന്നായിട്ട് നമ്മുടെ ഗ്രോത്തിന് ആഗ്രഹിക്കുന്ന ആൾക്കാർ, സക്സസിന് ആഗ്രഹിക്കുന്ന ആൾക്കാർ നമ്മൾക്ക് ഫീഡ്ബാക്സ് തരാറുണ്ട്. അതിനെ നമ്മൾ അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യണം. അത് എന്ത് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഫീഡ്ബാക്സ്, അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ ഫ്ലോസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. എനിക്ക് ഇന്ന കുറവുകളുണ്ട്, അത് കുറവുകളാണ്, അതിനെ നമ്മൾ വർക്ക് ചെയ്യാനും ശ്രമിക്കണം. ആ കുറവുകളെ എങ്ങനെ നമുക്കൊരു സ്ട്രെങ്ത് ആക്കി മാറ്റാം എന്നുള്ളതിനെ പറ്റി നമ്മൾ എന്ത് ചെയ്യണം, ചിന്തിക്കണം. വീക്ക്നെസ് ഉണ്ടാവും, ആ വീക്ക്നെസ്സിനെ എങ്ങനെ നമ്മൾ സ്ട്രെങ്ത് ആക്കി മാറ്റണം, അല്ലെങ്കിൽ അതിനെ എങ്ങനെ
മുന്നോട്ട് കൊണ്ടുപോകണം, ഓരോ ദിവസം എങ്ങനെ ബെറ്റർ ആക്കി എടുക്കാം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള സെൽഫ് ടോക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. നമ്മൾ എപ്പോഴും നമ്മുടെ സെൽഫ് ടോക്കിനെ നമ്മൾ ഒബ്സർവ് ചെയ്യണം. പോസിറ്റീവ് ആയിട്ടാണോ ഞാൻ സംസാരിക്കുന്നത്, നെഗറ്റീവ് ആയിട്ട് ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളത്. അവിടെ എല്ലാം മൈൻഡ്ഫുൾനെസ്സിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. മൈൻഡ്ഫുള്ളി നമ്മളൊരു കാര്യം ചെയ്തില്ല എങ്കിൽ നമുക്ക് ഇതൊന്നും ശ്രദ്ധിക്കാൻ പോലും പറ്റത്തില്ല. അതാണ് ഒരു വലിയ കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മുടെ അവയർനെസ് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കണം. ഇതിൽ ഏറ്റവും ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത് മൈൻഡ്ഫുൾനെസ്സും ജേർണലിംഗും ആണെന്ന് ഞാൻ പറയും. എന്നെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെ പോയാൽ എനിക്ക് സന്തോഷം ഉണ്ടാവുമെന്ന് മനസ്സിലായത് ഒരുപക്ഷെ ജേർണലിംഗിലൂടെ ആണ് എന്ന് എനിക്ക് പറയാൻ പറ്റും. അപ്പൊ ജേർണലിംഗ് നമ്മൾ അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം. നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവും നമ്മുടെ ഒരു ഗ്രോത്തിനെ കുറിച്ചും, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും എങ്ങോട്ട് പോകണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് കിട്ടും. ഒരു ക്ലാരിറ്റി നമുക്ക് ഉണ്ടായി കിട്ടുന്നത് ജേർണലിംഗിലൂടെയാണെന്ന് ഞാൻ പറയും. ഇവിടെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്റ്റെപ്സ് ആണ് ഈ പറഞ്ഞത്, സെൽഫ് അവയർനെസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഗോയിങ് ടു ദ നെക്സ്റ്റ് പില്ലർ, സെൽഫ് കമ്പാഷൻ. നമ്മൾ സെൽഫ് അവയർനെസ് ഉണ്ടാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ ഒരു കമ്പാഷൻ ഉണ്ടാവും. നമ്മളോട് തന്നെ നമ്മളൊരു സ്നേഹം, നമുക്കൊരു കൈൻഡ്നെസ് ഉണ്ടാവണം. നമ്മൾ മറ്റുള്ളവരോട് എത്രത്തോളം കൈൻഡായിട്ട് സംസാരിക്കുമോ അത്രത്തോളം കൈൻഡായിട്ട് നമ്മളോടും സംസാരിക്കണം. അതായത് ഇപ്പോൾ ഒരു പ്രശ്നം വരെയാണ്, നമ്മുടെ ഒരു ഫ്രണ്ടിന് ഒരു ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും സ്റ്റേജ് ഫിയറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടോ, അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലും തെറ്റാണെന്ന് തോന്നിയിട്ട് നമ്മളോട് വരുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും അയാളെ ആശ്വസിപ്പിക്കുന്നത്? ഞാൻ ചെയ്തത് തെറ്റായി പോയി, എനിക്ക് എന്നെ തന്നെ ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, എന്തെന്നറിയില്ല, ഞാൻ വളരെ ഇമോഷണൽ ആയിട്ട് ഞാൻ റിയാക്ട് ചെയ്ത് കളഞ്ഞു ആ ഒരു സിറ്റുവേഷനിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് ഫ്രണ്ട്സ് വരാറുണ്ട് അല്ലേ? അവരോട് നമ്മൾ എങ്ങനെയായിരിക്കും സംസാരിക്കുക? അല്ലെങ്കിൽ നീ കൊള്ളൂല, നീ വേസ്റ്റ് ആണ്ട, നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ അറിയുള്ളൂ എന്ന് നമ്മൾ പറയോ? ആ വിഷമിച്ച് വരുന്ന ആളിനെ നമ്മൾ ആശ്വസിപ്പിക്കുക എങ്ങനെയായിരിക്കും? വിത്ത് ലവ് ആൻഡ് കൈൻഡ്നസ്. വിത്ത് ലവ് ആൻഡ് കൈൻഡ്നസ്. ഒബ്വിയസ്ലി നമ്മൾ അവരോട് എന്ത് പറയും? കുഴപ്പമില്ലടാ, ചില സമയങ്ങൾ നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോവും, അത് നമുക്ക് മാറ്റിയെടുക്കാം, സാരമില്ല, നീ ഒന്ന് ക്ഷമിച്ചാൽ മതി, ഇത്തവണത്തേക്ക് പോട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ എന്ത് ചെയ്യും? വളരെ കൈൻഡ് ആയിട്ടുള്ള വേർഡ്സ് കൊണ്ട് നമ്മൾ അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കും. ഇതുപോലെ നമ്മളോടും എന്ത് ചെയ്യണം? വളരെ കൈൻഡായിട്ട് സംസാരിക്കണം. ഞാൻ ഇങ്ങനെ ആയതല്ല, ഇതൊരു ടെമ്പററി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്, ഈ തോട്ട്സും ടെമ്പററി ആണ്, ഇതൊന്നും സത്യമല്ല എന്നുള്ളത് നമ്മുടെ ബ്രെയിനിനെ, നമ്മുടെ മൈൻഡിനോട് നമ്മൾ സംസാരിക്കണം. നമ്മുടെ ബ്രെയിനിനെ പറഞ്ഞ് പഠിപ്പിക്കണം. നമുക്കൊരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ. നമുക്കൊരു സെൽഫ് എസ്റ്റീം ഉണ്ടാവും. നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ നല്ലതാണ്, ഞാൻ കൊള്ളാം, അത്യാവശ്യം കുഴപ്പമില്ല എന്ന് തോന്നിക്കാൻ, നമുക്കൊരു മോട്ടിവേഷൻ കിട്ടാനായിട്ട് ഈ ഒരു കമ്പാഷൻ ഹെൽപ്പ് ചെയ്യും. നമ്മളോട് തന്നെ നമ്മൾ കൂട്ടുകൂടണം. നമുക്ക് വേറെ ആരും ആവശ്യം വരരുത് ഒന്നിനെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട്. നമ്മളൊരു നല്ല കാര്യം ചെയ്തു, നമ്മളൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ നമ്മൾ മറ്റുള്ളവരെ കാത്തിരിക്കേണ്ട കാര്യമില്ല. സെൽഫായിട്ടൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യണം. ഞാൻ ഇത്രയും ചെയ്തു, എന്നെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റും അല്ലേ, ഞാൻ വിചാരിച്ചില്ല എന്ന് തന്നെ ഒന്ന് മനസ്സിൽ കരുതണം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളോട് കൂട്ടുകൂടണം. നമ്മുടെ ബ്രെയിൻ എന്താണ് നമ്മളോട്, നമ്മുടെ മൈൻഡ് എന്താണ് നമ്മളോട് പറയുന്നത്, നമ്മുടെ ഇമോഷൻസ് എന്താണ് സംസാരിക്കാൻ ശ്രമിക്കുന്നത്, എന്ത് കാര്യമാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തതായിട്ടുള്ളത്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കി നമ്മൾ വളരെ കമ്പാഷനേറ്റ് ആയിട്ട് പെരുമാറാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം? ഇപ്പൊ നേരത്തെ പറഞ്ഞു, സ്പീക്ക് കൈൻഡ്ലി ടു യുവർ സെൽഫ്. നിങ്ങളുടെ ഫീലിങ്സിനെ അക്നോളജ് ചെയ്യണം. വരുന്ന ഫീലിങ്സ് ഇതാണ്. പിന്നെ അതുപോലെ നമ്മുടെ സെൽഫ് കെയറിനെ പ്രയോറിറ്റൈസ് ചെയ്യണം. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ്, എംബ്രേസ് ഇംപെർഫെക്ഷൻസ്. ഇവിടെയാണ് നമ്മൾ പറയുന്നത്, നമ്മുടെ കമ്പാഷനേറ്റ് ആവുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഇംപെർഫെക്ഷൻസിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. എനിക്ക് ഈ കുറവുണ്ട്, പക്ഷെ അതിനേക്കാൾ എനിക്ക് കുറെ പോസിറ്റീവ് കാര്യങ്ങളുണ്ട്, ഇത്രയൊക്കെ കുറവുകൾ ഉണ്ടായിട്ട് ഞാൻ ഇത്രയും ദൂരം വന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും നമ്മളെ തന്നെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയണം. വേറൊരാൾ പറയാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. ചിലപ്പോൾ പറയുമായിരിക്കാം, നമ്മുടെ വീട്ടിലുള്ളവരോ നമ്മൾക്ക് ചുറ്റുമുള്ളവരോ ഒക്കെ നമ്മളെ കുറിച്ച് പറയുമായിരിക്കാം, പക്ഷെ അതിനു മുമ്പ് നമ്മളോട് തന്നെ പറഞ്ഞിരിക്കണം. വേറെ ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത് പറയുന്നത് ഹെൽത്തി ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ബൗണ്ടറീസ് എന്ന് പറയുമ്പോൾ എന്നെ കൊണ്ട് ഇതേ പറ്റുള്ളൂ, ഇങ്ങോട്ട് വരണ്ട, എൻ്റെ അടുത്ത് ഇതൊന്നും ഇവിടെ പറ്റൂല, ഇതായിരിക്കാം ബൗണ്ടറീസ് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കും. ഇതല്ല.
അതല്ല ബൗണ്ടറീസ്. നമുക്കൊരു സെൽഫ് റെസ്പെക്റ്റ്, നമ്മൾ ക്ലിയർ ആയിട്ട് പറയണം, എനിക്കിത് ഇഷ്ടമല്ല, ഞാനിത് താല്പര്യപ്പെടുന്നില്ല. നമ്മൾ ഓവറായിട്ട് സ്ട്രെസ്ഡ് ആവാതിരിക്കാനാ. നമ്മുടെ മനസ്സിനൊരു സമാധാനം ഉണ്ടാവണം. അതൊരു സെൽഫിഷ്നെസ് ഒന്നും അല്ല കേട്ടോ. അങ്ങ് നമുക്ക് ഫീൽ ചെയ്യും, നമ്മൾ അങ്ങനെ പറഞ്ഞാൽ അവർക്ക് എന്ത് ഫീൽ ചെയ്യും, ഞാനൊരു സ്വാർത്ഥനാണ് എന്ന് ഫീൽ ചെയ്യോ, സെൽഫിഷ് ആയിട്ടുള്ള ആളായിട്ട് ഫീൽ ചെയ്യോ? അതല്ല സെൽഫിഷ്നെസ്. അത് ആ ഒരു കാര്യമേ അല്ല ബൗണ്ടറി എന്ന് പറയുന്നത്. ബൗണ്ടറി എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് നമ്മൾ നമ്മളുടെ സ്നേഹം എത്തിക്കാൻ വേണ്ടിയിട്ട്, കറക്റ്റ് ആയിട്ടുള്ള നമ്മളുടെ ഒരു റിലേഷൻഷിപ്പ് നമുക്കൊന്ന് സ്ട്രോങ് ആക്കി തന്നെ കൊണ്ടുപോകാം. അവിടെ റിലേഷൻഷിപ്പിന് ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ പറയുന്നത്. നമ്മുടെ എനർജി പ്രൊട്ടക്ട് ചെയ്യുക. നമുക്ക് എന്ത് പറ്റുമെന്ന് അറിയാം, നമ്മൾ ഒരുപാട് അങ്ങനെ ബൗണ്ടറി സെറ്റ് ചെയ്യാതെ ഒത്തിരി നമ്മൾ ലിമിറ്റ് ഇല്ലാതെ ആൾക്കാരെ നമ്മുടെ ജീവിതത്തിലേക്ക് കയറ്റി വിട്ടാൽ, മൈൻഡിലേക്ക് നമ്മൾ കടത്തി വിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മൾ സ്ട്രെസ്ഡ് ആവും, ഒരിക്കൽ നമ്മൾ പൊട്ടിത്തെറിക്കും. അവിടെ ചിലപ്പോൾ പൊട്ടിത്തെറിക്കുന്നത് ഏറ്റവും വേണ്ടപ്പെട്ട ആളിനോടായിരിക്കാം. അവിടെ എന്ത് പറ്റും? ആ റിലേഷൻഷിപ്പിൽ പിന്നെ എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴും പിന്നെ അത് വലുതായിക്കൊണ്ടിരിക്കും. അപ്പൊ ആ റിലേഷൻഷിപ്പ് അങ്ങനെ പൊട്ടിപ്പോവാതെ വളരെ ഭംഗിയായിട്ട് സൂക്ഷിക്കാൻ ബൗണ്ടറീസ് ഹെൽപ്പ് ചെയ്യും. അതുപോലെ നിങ്ങളുടെ എനർജി എങ്ങും പോവാതെ ആ ഒരു എനർജി നല്ല പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യാനായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? ബൗണ്ടറീസ് സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അത് ബൗണ്ടറി സെറ്റ് ചെയ്താൽ മാത്രം പോരാ, അത് കൺസിസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്യണം. എൻ്റെ ടൈം, എത്ര ടൈം ഞാൻ എവിടെ ആർക്ക് വേണ്ടി യൂസ് ചെയ്യണം, എൻ്റെ എനർജി എങ്ങനെ യൂസ് ചെയ്യണം. നമുക്കറിയാം നമ്മുടെ എനർജിയെ ഡ്രെയിൻ ചെയ്ത് കളയുന്ന ആൾക്കാരും സംസാരങ്ങളും പല കാര്യങ്ങളും നമുക്ക് ചുറ്റുമുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെ കണ്ടുപിടിച്ച് ആ കാര്യങ്ങളിൽ നിന്ന് പരമാവധി വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. നമ്മുടെ എനർജി ഡ്രെയിൻ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന്. അതുപോലെ നമ്മുടെ ടൈം. പിന്നെ അതുപോലെ നമുക്കൊരു നോ പറയേണ്ടത് ഗിൽറ്റ് ഫീലിങ്ങിന്റെ ആവശ്യമില്ല. ഇഫ് ഇറ്റ് ഈസ് എ നോ, അങ്ങനെയാണെങ്കിൽ ആ നോ തന്നെ പറയാന്നുള്ളതാണ്. അത് പ്രാക്ടീസിലൂടെ നമുക്കത് സാധിക്കും. ആൻഡ് ഇതൊരു റൂഡായിട്ട് പറയേണ്ട കാര്യമല്ല, വളരെ കൈൻഡായിട്ട് നമുക്ക് ആൾക്കാരോട് പറഞ്ഞു നിൽക്കാൻ പറ്റും. കാരണം ഞാൻ പേഴ്സണലി നോ പറയാൻ അറിയില്ലാത്ത ആളായിരുന്നു. കുട്ടിക്കാലം മുതൽ ഫ്രണ്ട്സിനോടായാലും ആരോടും എനിക്ക് നോ പറയാൻ അറിയില്ല, എനിക്ക് ചെയ്യാൻ പറ്റൂല, അല്ലെങ്കിൽ ഞാൻ ചെയ്യൂല, അവരെന്ത് വിചാരിക്കുമെന്ന് തോന്നലുള്ള ഒരാളായിരുന്നു. പീപ്പിൾ പ്ലീസിങ് ആയിട്ടൊരു ക്യാരക്ടർ എനിക്ക് ഉണ്ടായിരുന്നു മുമ്പ്. പക്ഷെ ഒരു സമയം എത്തിയപ്പോ ഐ അണ്ടർസ്റ്റുഡ് അതൊരിക്കലും വർക്ക്ഔട്ട് ആവില്ല. കാരണം നമുക്ക് വേറെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, നമ്മൾ ഒത്തിരി സ്ട്രെസ്ഡ് ആവും, ഇത് ഇങ്ങനെ എടുത്താൽ പറ്റൂല. അപ്പൊ നമ്മളത് കറക്റ്റ് ആയിട്ട് നമുക്ക് നോ പറയേണ്ടടുത്ത് നോ പറയണം എന്ന് പഠിച്ചപ്പോൾ പിന്നെ നോ പറയാനുള്ള ഒരു മോട്ടിവേഷൻ തന്നെ വന്നു തുടങ്ങി ലൈഫിൽ. അപ്പോൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഇപ്പൊ ഈസിയാണ്. എല്ലായിടത്തും നോ പറയില്ല എങ്കിലും നോ പറയേണ്ടടുത്ത് നോ പറയും. അതുപോലെ എല്ലാ ഓപ്പർച്യൂണിറ്റീസും കയറി നമുക്ക് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നത് ശരിയല്ല. കാരണം നമുക്ക് നമ്മുടെ മെന്റൽ പീസ് അത്യാവശ്യമാണ്. അപ്പം ഓപ്പർച്യൂണിറ്റീസ് ഒത്തിരി വന്നാലും നമുക്ക് എടുക്കേണ്ടതും അല്ലെങ്കിൽ നമ്മുടെ എനർജി പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതും എന്ത് ചെയ്യുക? എടുക്കുക എന്നുള്ളതാണ്. അതുപോലെ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ നമ്മളെ റെസ്പെക്ട് ചെയ്യുന്നവരാണോ എന്ന് ചെക്ക് ചെയ്യണം. നമുക്ക് റെസ്പെക്ട് കിട്ടാത്തിടങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട? നിൽക്കേണ്ട ആവശ്യമില്ല. അതുപോലെ നമ്മളെ മാനിക്കണം, നമ്മുടെ എനർജിയെ അവരെന്ത് ചെയ്യണം? പ്രൊട്ടക്ട് ചെയ്യുന്നവരായിരിക്കണം, ജെനുവിൻ ആയിരിക്കണം. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നമ്മളവിടെ ജെനുവിൻ ആയിട്ടുള്ള ഫീഡ്ബാക്ക് പറയുന്ന ആൾക്കാരായിരിക്കണം നമുക്ക് ചുറ്റുമുള്ളത്. അതുപോലെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, മറ്റുള്ളവരുടെ ഇമോഷൻസിന് ആവശ്യമില്ല നമ്മുടെ ഹൃദയത്തിലേക്ക് കയറ്റി വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അവരുടെ ഇമോഷൻസിന് കാരണമല്ല. നമ്മൾ മനഃപൂർവ്വം ആയിട്ട് ഒരാളെ വേദനിപ്പിക്കുന്നെങ്കിൽ മാത്രമാണ് അത് നമ്മുടെ ഉത്തരവാദിത്തത്തിൽ വരുന്നത്. നമ്മൾ അങ്ങനെ അല്ലാതെ പറഞ്ഞു പോകുന്ന, അല്ലെങ്കിൽ കളിയാക്കലോ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വളരെ ജോക്കായിട്ട് പറയുന്ന കാര്യങ്ങളോ ചിലർ പേഴ്സണലായിട്ട് എടുത്ത് അവരുടെ ഇമോഷൻസിനെ അവർ ഇതാക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ മാത്രം പ്രശ്നമാണ്, നമ്മുടെ അല്ല. നമ്മൾ ഇന്റൻഷനലി ഒരാളെ വേദനിപ്പിക്കുകയാണ് എങ്കിൽ ദാറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. അത് ഞാൻ അല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അങ്ങനെ അല്ലാതെ നമ്മളൊന്നും ഇന്റൻഷൻ അങ്ങനെയൊന്നും ഇല്ലാതെ നമ്മളിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അവർക്കത് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഒരുപാട് എന്ത് ചെയ്യണ്ട, നോക്കണ്ട. പക്ഷെ പിന്നീട് നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ അത്രയും കെയർ ആയിട്ട് നമ്മൾ സംസാരിക്കുക. നമ്മൾ അവിടെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യണം. അവരുടെ ബൗണ്ടറിയെ നമ്മൾ മാനിക്കണം. തിരിച്ച് നമ്മുടെ ബൗണ്ടറിയെ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാവരോടും ക്ലിയർ ആയിട്ട് പറയണം. എനിക്ക് ഇത് ഇഷ്ടമല്ല എന്ന് പറയേണ്ടടുത്ത് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പറയുക ചെയ്യണം. അതുപോലെ നമുക്കൊരു ബൗണ്ടറി സെറ്റ് ചെയ്യണം. എൻ്റെ ടൈം ഞാൻ ഇത്ര നേരം എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യും. അതുപോലെ ഞാൻ ഇത്ര നേരം എൻ്റെ റെസ്റ്റിന്റെ ടൈമാണ്, ഇത്ര നേരം എൻ്റെ മീ ടൈമാണ് എന്ന് സെറ്റ് ചെയ്യാനുള്ളൊരു കറേജും കൂടെ നമ്മൾ കാണിക്കണം. പലപ്പോഴും ലേഡീസ് എസ്പെഷ്യലി അങ്ങനെ സെറ്റ് ചെയ്യാത്തവരാണ്.
കാരണം എപ്പോഴും മക്കള്, ഫാമിലി അങ്ങനെ പറഞ്ഞിട്ട് ഒരു മീ ടൈമിന് വേണ്ടിയിട്ട് നമ്മൾ ആ മീ ടൈമും കൂടെ വേണമെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ നമ്മൾ തയ്യാറാവും. കാരണം ഞാൻ നോക്കിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഞാൻ അവിടെ ഇല്ലെങ്കിൽ എന്ത് പറ്റും. പക്ഷെ നിങ്ങൾ വേണ്ടേ, നിങ്ങൾക്ക് എനർജി വേണ്ടേ? ആ ഒരു സമയം നിങ്ങൾക്ക് വേണ്ടി യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ എനർജി ഡ്രെയിൻ ആയി പോകൂലേ? അപ്പൊ അത് നിങ്ങൾ ബൗണ്ടറി സെറ്റ് ചെയ്താൽ മാത്രമേ, അത് കൺസിസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്താൽ മാത്രമേ അവർക്കത് മനസ്സിലാവുള്ളൂ. അവരത് മനസ്സിലാക്കും. കുട്ടികളായാലും അവർ മനസ്സിലാക്കും, ഇത് എൻ്റെ ഉമ്മയുടെ അല്ലെങ്കിൽ അമ്മയുടെ വായിക്കുന്ന ടൈമാണ്, അല്ലെങ്കിൽ അവര് അവരുടേതായ കാര്യങ്ങൾ ചെയ്യുന്ന ടൈമാണെന്ന് നമ്മൾ ഓവർ ടൈം നമ്മളിങ്ങനെ ചെയ്തു വരുമ്പോൾ അവർക്ക് മനസ്സിലാവും. ആ ഒരു പ്രാക്ടീസ് അവരുടെ ലൈഫിലേക്ക് വരിക. ഇത്ര സമയം ഉമ്മായി നമുക്ക് കിട്ടൂല, ആ ടൈമിൽ നമ്മൾ അവരെ എന്ത് ചെയ്യരുത്, ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് അവരുടെ അടുത്ത് ക്ലിയർ ആയിട്ട് നമ്മുടെ ബിഹേവിയർ കൊണ്ടും നമ്മുടെ സ്പീച്ച് കൊണ്ടും അവരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ അവർ കുറെ നാൾ കഴിയുമ്പോൾ അതിൽ അവർ പ്രാക്ടീസ്ഡ് ആയി വരും. ഇങ്ങനെയാണ് ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടത്. അപ്പോഴാണ് നമുക്ക് മീ ടൈമും നമുക്ക് എൻജോയ്മെന്റിനുള്ള ടൈം കിട്ടുന്നത്. ഈ ടൈം നിങ്ങൾക്ക് ഡിന്നർ ടൈമാണ്, നിങ്ങൾ ഇപ്പോൾ വരണം, ഇത് കഴിഞ്ഞാൽ എനിക്ക് വേറെ കാര്യങ്ങളുണ്ട് എന്ന് പറയുമ്പോഴാണ് നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം കിട്ടുന്നത്. When you take yourself as important, others also take you as important. അങ്ങനെയാണ്. നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ മറ്റുള്ളവർ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് തരാൻ തുടങ്ങും. ഇപ്പൊ ഞാൻ പറയാണ്, എനിക്ക് 8 മണിക്കൊരു ക്ലാസ് ഉണ്ട്, എനിക്ക് അറ്റൻഡ് ചെയ്തേ പറ്റുള്ളൂ. ഞാൻ എന്ത് ചെയ്യാം, എൻ്റെ കോഴ്സ് എല്ലാം ഒതുക്കിയതിന് ശേഷം ഞാൻ പോയിരിക്കും, ആരും എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ദേ വിൽ ഫീൽ ലൈക്ക് ഷീ ഈസ് ടേക്കിംഗ് ഇറ്റ് ആസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അവരെന്ത് ചെയ്യും, 8 മണിക്ക് അവർക്ക് ക്ലാസ് ഉണ്ട്, ബാക്കിയെല്ലാം ഞാൻ ഒതുക്കിയിട്ടാണല്ലോ പോകുന്നത്, നോ ഇഷ്യൂസ്. അപ്പൊ അത്രയും ഒരു കറേജ് നമ്മൾ എടുക്കുക എന്നുള്ളതാണ് ബൗണ്ടറീസ് സെറ്റ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സെൽഫ് കെയർ ആണ്. ഇവിടെയാണ് നമുക്ക് പലപ്പോഴും ചെയ്യാൻ പറ്റാതെ വരുന്ന കാര്യങ്ങളുള്ളത്. സെൽഫ് കെയർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ നെസസിറ്റി, അതൊരു സെൽഫിഷ്നെസ് അല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. അപ്പൊ എങ്ങനെയൊക്കെ സെൽഫ് കെയർ ചെയ്യണം? സെൽഫ് കെയറിന് പല തലങ്ങളാണ്. ഫിസിക്കൽ ഉണ്ട്, ഇമോഷണൽ ഉണ്ട്, മെന്റൽ ഉണ്ട്, സ്പിരിച്വൽ ഉണ്ട്, സോഷ്യൽ ഉണ്ട്. ഈ ഒരു 5 തരത്തിലാണ് നമ്മൾ സെൽഫ് കെയർ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഈ എല്ലാ കാണുന്ന ടിപ്സും, ഞാൻ പറയുന്ന എല്ലാ ടിപ്സും എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റില്ല. അവനവന് പറ്റുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം, 1 or 2 എന്ത് ചെയ്യുക, എടുക്കുക എന്നുള്ളത്. എല്ലാം കൂടി എടുത്ത് ചെയ്യാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതിലൊക്കെ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. പക്ഷെ ഈ സെൽഫ് കെയർ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഓരോരുത്തർക്കും അവരവരുടേതായ പാഷൻ, അവരവരുടേതായ പ്രയോറിറ്റീസ്, അവരവരുടേതായ ഇഷ്ടങ്ങൾ, പിന്നെ ലൈഫ് സ്റ്റൈൽ, ഇതൊക്കെ വെച്ചിട്ടാണ് അവനവൻ്റെതായ ഒരു സെൽഫ് കെയർ പ്രാക്ടീസ് കൊണ്ടുവരേണ്ടത്. പക്ഷെ എല്ലാ ഏരിയാസിലും കൊണ്ടുവരിക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഇതെല്ലാം കൂടി ഹോൾ ആയിട്ട് വരുമ്പോഴാണ് ഒരു മെന്റൽ ഹെൽത്തിന്റെ കംപ്ലീറ്റ് സെൽഫ് കെയർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ഫിസിക്കൽ ആയിട്ടുള്ള സെൽഫ് കെയർ എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. ഫിസിക്കൽ കെയർ എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. അതിൽ ചെക്ക് വിത്ത് യുവർ ബോഡി. നമ്മൾ സാധാരണ പറയുന്ന ബോഡി കെയറിൽ പറയുന്ന വാക്കിംഗ്, നടക്കുക, എക്സസൈസ് ചെയ്യുക, പ്രോപ്പർ ആയിട്ടുള്ള ഫുഡ്, ഹെൽത്തി ഡയറ്റ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക, ഡ്രിങ്ക് വാട്ടർ, ഗുഡ് ഹൈജീൻ, നന്നായിട്ട് വെയിലത്തെന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഉച്ചയ്ക്കുള്ള വെയിലല്ല ഉദ്ദേശിക്കുന്നത്, ആ വെയിലൊന്നും പോയി കൊണ്ട് കളയരുത്. അതല്ല, നമ്മൾ രാവിലെ നേരം ഒക്കെയുള്ള വെയിൽ കൊള്ളാൻ ശ്രമിക്കുക എന്നുള്ളത് വളരെ ഭയങ്കര നല്ലതാണ്. നമ്മുടെ എനർജി ബൂസ്റ്റിംഗ് ആണ്. അതുപോലെ ഡിപ്രഷൻ പോലുള്ള സംഭവങ്ങളിൽ നിന്നൊക്കെ രക്ഷയാണ് വെയിൽ എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ടയേർഡ് ആകുമ്പോൾ റെസ്റ്റ് എടുക്കുക തന്നെ ചെയ്യണം. അതൊരിക്കലും റെസ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ വിചാരിക്കും ഒരു കയോസ് ആയിട്ട് വീട്ടിനകത്ത് കിടക്കുമ്പോൾ നമുക്ക് ഫീലിംഗ് ടയേർഡ് ആണ്. അപ്പൊ നമ്മൾ പോയി അത് അത്രയും ബുദ്ധിമുട്ടായിട്ട് ആ വീടിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമില്ല. കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുത്ത് നമ്മളൊന്ന് റിലാക്സ് ചെയ്തിട്ട് ചെയ്താൽ മതി. കാരണം എവറിത്തിങ് ക്യാൻ വെയിറ്റ്. പക്ഷെ നിങ്ങളുടെ ഹെൽത്തിന് ഒരിക്കലും എന്തല്ല, അതിനേക്കാൾ പ്രയോറിറ്റി ഒന്നിനും കൊടുക്കേണ്ട കാര്യമില്ല. മെന്റൽ ഓർ ഫിസിക്കൽ ഹെൽത്ത് അതായിരിക്കണം മുന്നിൽ നിൽക്കേണ്ടത്. കാരണം അതില്ല എങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. ഇല്ലെങ്കിൽ കുറെ നാൾ കഴിയുമ്പോൾ നമുക്ക് ഒന്നിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ റെസ്റ്റ് എടുക്കേണ്ട ടൈമിൽ റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. അതുപോലെ നമുക്ക് ഹെൽപ്പ് എടുക്കാണ്ടുള്ള ടൈമിൽ ഹെൽപ്പ് എടുക്കണം. അത് ഫിസിക്കലി ഉള്ള ഹെൽപ്പ് ആയാലും ശരി, അല്ലെങ്കിൽ മെന്റലി നമുക്കൊരു ഹെൽപ്പിന്റെ ആവശ്യമുണ്ട് എന്ന് തോന്നുമ്പോൾ നമ്മൾ സംസാരിക്കണം. നമുക്ക് ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാരോട് എന്ത് ചെയ്യണം, വി നീഡ് ടു ടോക്ക്. അതുപോലെ നല്ല ഉറക്കം. അപ്പൊ എല്ലാവരോടും ഞാൻ ചോദിക്കാറുണ്ട്, എന്താണ് ഒരു സ്ലീപ്പിംഗ് പാറ്റേൺ, അല്ലെങ്കിൽ നല്ല ഉറക്കത്തിന്റെ സമയം എന്താണെന്ന് എപ്പോഴും ഞാൻ എല്ലാവരോടും ചോദിക്കാറുണ്ട്. ഇവിടെയും ചോദിക്കുകയാണ്, ഏറ്റവും നോർമലി നമ്മൾ പറയുന്ന ഉറക്കത്തിന്റെ ടൈം എങ്ങനെയാ വരുന്നത്?
എങ്ങനെയാ നോർമലി എത്ര മണിക്കൂർ ഉറങ്ങണം എന്നാണ് നിങ്ങളുടെ അഭിപ്രായം? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് സ്ലീപ്പിംഗ് ടൈം? എത്ര മണിക്കൂർ ഒരാൾ ഉറങ്ങിയിരിക്കണം? 6 to 7 hours. 7 to 8 hours, 6 to 7 hours. ഇത്രയൊക്കെ ഉറങ്ങുന്ന ആൾക്കാരാണോ? Yes. യെസ്, ഉറങ്ങാറുണ്ട്. ഉറങ്ങി എണീക്കുമ്പോൾ നല്ല എനർജി ഫീൽ ചെയ്യാറുണ്ടല്ലോ 6 to 7 hours എന്നൊക്കെ പറയുമ്പോൾ, അല്ലേ? Yes. ആ, അങ്ങനെ ഉറങ്ങിയാലേ നമുക്ക് ആ ഒരു എനർജി കിട്ടുള്ളൂ. അപ്പൊ എല്ലാവരും അവരവരുടെ ഉറക്കത്തിന്റെ ടൈം അറിഞ്ഞിരിക്കണം. ചില ആൾക്കാർ പറയും എനിക്കൊരു 5 hours ഒക്കെ ഉറങ്ങി എണീക്കുമ്പോൾ ഐ ഡോണ്ട് ഫീൽ ടയേർഡ്, എനിക്ക് അത്രയും ടയർഡ്നെസ് ഒന്നും ഫീൽ ചെയ്യുന്നത്, ഞാൻ എനർജറ്റിക് ആണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, ഇല്ലേ? 5 hours ഒക്കെ ഉറങ്ങിയാലും. അപ്പൊ അവരെ കമ്പൽ ചെയ്ത് 7 hours ഉറപ്പിക്കണോ? ഉറങ്ങാൻ നിർബന്ധിക്കണോ അവരോടത്ത്? അപ്പൊ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈല് നമ്മൾ ചൂസ് ചെയ്യണം. അപ്പം അതുപോലെ ഡയറ്റ്, നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഡയറ്റ് അങ്ങ് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന വരില്ല. അവനവന്റെ ഹെൽത്തിനനുസരിച്ച് അവരവരുടെ ന്യൂട്രീഷൻ ലെവൽ അനുസരിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഡയറ്റ്. അതുപോലെ നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ അനുസരിച്ച് വേണം ഡയറ്റ് നമ്മൾ എന്ത് ചെയ്യാനായിട്ട്. പക്ഷെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത്. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, സ്മോക്കിംഗ്, ഡ്രഗ്സ് ഒക്കെ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളത് ബോഡി കെയർ. ഇനി വരുന്നത് ഇമോഷണൽ കെയർ ആണ്. എങ്ങനെയാണ് ഇമോഷൻസിനെ കെയർ ചെയ്യുക എന്നുള്ളത്? നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജേർണലിംഗ് ചെയ്യാൻ ശ്രമിക്കണം. നമ്മുടെ ഇമോഷൻസിന്റെ പാറ്റേൺസ് കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. എന്താണ് നമുക്ക് എപ്പോഴാണ് എന്ത് ട്രിഗർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും അധികം വിഷമം അല്ലെങ്കിൽ ദേഷ്യം വരുന്നത്, കൂടുതലായിട്ട് നമുക്ക് ദേഷ്യം വരുന്നത് എപ്പോഴാണ് എന്നൊക്കെയുള്ളത് ജേർണൽ ചെയ്ത് നമ്മുടെ ഒരു പാറ്റേൺ നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ജേർണലിംഗ് വളരെ ഉപകാരപ്രദമാണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം, നന്ദി, അല്ലേ? നമ്മൾ എല്ലാവരോടും നന്ദി, താങ്ക് യു പറയാറുണ്ട് എന്തെങ്കിലും നമ്മൾ ആരെങ്കിലും ചെയ്തു തന്നാൽ. പക്ഷെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ താങ്ക് യു പറയാറുണ്ടോ ആരോടെങ്കിലും? അതായത് നമ്മൾ സ്വന്തമായിട്ട് ഇപ്പൊ നമ്മൾ എങ്ങനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്നുണ്ട്. വെറും ഒരു താങ്ക്സ് അല്ല ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. നമ്മൾ ഉള്ളിൽ അറിഞ്ഞ് നമ്മൾ ഓരോ ഗുണങ്ങൾ, അതായത് ഇപ്പൊ നമുക്കിപ്പോ സംസാരിക്കാം, ഞാനിപ്പോ ഇവിടെ ഇരുന്ന് സംസാരിക്കുകയാണ്. ഈ സംസാരിക്കുന്ന ടൈമിൽ എനിക്ക് സംസാരിക്കാൻ പറ്റി എന്നുള്ളതൊരു വലിയ അനുഗ്രഹമാണ്, അല്ലെ? എൻ്റെ തൊണ്ടയ്ക്ക് ഒരു പ്രശ്നം വരുന്നില്ല, എൻ്റെ സൗണ്ടിന് ഒരു പ്രോബ്ലം വരുന്നില്ല. അതുപോലെ എനിക്ക് അതിനുള്ള സാഹചര്യങ്ങളെല്ലാം അനുകൂലമാണ്. അതുപോലെ എനിക്ക് ലിസണേഴ്സിനെ കിട്ടി എന്നുള്ളതാണ്. ഇവിടെ ആരും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ സംസാരിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇത്രയും ലിസണേഴ്സ് ഇല്ലേ, അതൊരു വലിയ അനുഗ്രഹമല്ലേ? അതിനൊരു ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടാവണം. അതുപോലെ ഇതൊരു പ്ലാറ്റ്ഫോം, ഇത് ഞാൻ സംസാരിക്കുന്നതിനെ പറ്റി മാത്രമാണ് പറയുന്നത്, ഇന്നത്തെ ഈ ടോക്കിനെ പറ്റി മാത്രമാണ് പറയുന്നത്. അതുപോലെ ഇത് സംസാരിക്കാനുള്ള കോണ്ടന്റ്, അറിവ്, മെമ്മറി, ഓർമ്മ വന്നില്ല എന്ത് ചെയ്യും, മറന്നുപോയാൽ എന്ത് ചെയ്യും, ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഇതിനകത്ത് വരുന്ന എല്ലാ കുട്ടി കുട്ടി കാര്യങ്ങളും നമ്മൾ ഓർത്ത് വളരെ നന്ദിയുള്ളവരായിരിക്കണം. ഇതിന്റെ ഗുണം എന്താണെന്നറിയോ? നമ്മൾ ഈ ചിന്തിക്കുന്നതെല്ലാം പോസിറ്റീവാണ്. സോ നമ്മൾ എത്രത്തോളം പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നോ അത്രത്തോളം ബ്രെയിൻ അതെന്ത് ചെയ്യാണ്, ക്യാപ്ചർ ചെയ്യാണ് പോസിറ്റിവിറ്റി. അപ്പോൾ കൂടുതലായിട്ടും നമ്മുടെ ബ്രെയിനിൽ പോസിറ്റിവിറ്റി കൊണ്ട് നിറയും. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും നമ്മൾ ഇതുപോലെ ചിന്തിച്ചു നോക്കിയാൽ എന്താ സംഭവിക്കുക? പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത്, അല്ലേ? അത് നമ്മളെ ലൈഫിൽ ഒരുപാട് മാറ്റം, നമ്മളത് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു ഇത് നമ്മുടെ ഓരോ മൊമെന്റിലും നമ്മൾ നടക്കുന്ന ടൈമിൽ, നമ്മൾ എവിടെയെങ്കിലും പോവുകയാണ്, ട്രാവൽ ചെയ്യാണ്, അതുപോലെ നമ്മൾ ഫുഡ് കഴിക്കുകയാണ്, ആ ഫുഡ് നമുക്ക് എന്തെല്ലാം തരുന്നു, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ വിശപ്പെടുക്കുന്നുണ്ട്, നമ്മൾ വളരെ ഹെൽത്തി ആയിരിക്കുന്നുണ്ട്, ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്, നമ്മുടെ ടേസ്റ്റ് ബഡ്സ് അത് അറിയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകേണ്ട കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ഓരോ ടൈമിലും. അതുപോലെ നമുക്കൊരു പ്രശ്നം വന്നാൽ നമ്മൾ എസ്കേപ്പ് ആവരുത്. അവിടെ കോപ്പിംഗ് സ്കിൽസ് ഉണ്ടാകും. നമ്മൾ പരമാവധി, ചില ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്, ചിലർ പോയി കിടന്ന് ഉറങ്ങും, ചിലർ ഫോണിൽ നോക്കിയിരിക്കും, ചില പ്രോബ്ലംസ് സ്ട്രെസ് ഫ്രീ ആവാനെന്നൊക്കെയാ പറയുന്നത്. പക്ഷെ അതൊക്കെ അൺഹെൽത്തി ആയിട്ടുള്ള കോപ്പിംഗ് സ്കിൽസ് ആണ്. ഹെൽത്തി ആയിട്ടുള്ള കോപ്പിംഗ് സ്കിൽസ് എങ്ങനെയാണ്? കുറച്ചു നേരം റെസ്റ്റ് എടുക്കുക, നേച്ചറിൽ നിങ്ങൾ കുറച്ചു നേരം പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നിൽക്കുക, മറ്റുള്ള നല്ല ഫ്രണ്ട്, അല്ലെങ്കിൽ ഏറ്റവും പേഴ്സണലി നല്ല ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരാളിനോട് സംസാരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹെൽത്തി ആയിട്ടുള്ള കോപ്പിംഗ് സ്കിൽസ്, നിങ്ങൾ ആർട്ട് ആൻഡ് മ്യൂസിക് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക. ഇതൊക്കെയാണ് ഹെൽത്തി കോപ്പിംഗ് സ്കിൽസ് എന്ന് പറയുന്നത്. ഒരു പ്രശ്നം വരുമ്പോൾ എസ്കേപ്പ് ആകാതെ, അൺഹെൽത്തി ആയിട്ടുള്ള കോപ്പിംഗ് സ്കിൽസ് ചൂസ് ചെയ്യാതെ ഹെൽത്തി ആയിട്ടുള്ള കോപ്പിംഗ് സ്കിൽസ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ ഇന്നർ ചൈൽഡുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യണം. നമുക്ക് എവിടെയെങ്കിലും വിഷമങ്ങളുണ്ട്,
നമ്മൾ എന്തിന്റെ ബേസിലാണ് ഈ വിഷമിക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. പാസ്റ്റ് എക്സ്പീരിയൻസ് എന്തെങ്കിലും നമുക്ക് നമ്മളെ ഈ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധയോടെ ചെയ്യണം. അതുപോലെ നമ്മൾ സംസാരിക്കണം. മറ്റുള്ളവർ നമ്മൾ ആരെങ്കിലും ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ സംസാരിക്കണം. ഇതാണ് ഇമോഷണൽ കെയറിൽ വരുന്നത്. ഇനി മൈൻഡ് കെയർ പറയുന്നത് മെന്റൽ കെയർ എങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടതെന്നുള്ളതാണ്. ഒന്ന് റീഡിംഗ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യം റീഡിംഗ് വളരെ നല്ല മൈൻഡിനെ എന്ത് ചെയ്യാം, ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. സ്ട്രെസ് റിഡക്ഷൻ, കണക്ഷൻ ഉണ്ടാവും, അതുപോലെ റെഡ്യൂസ്ഡ് റിസ്ക് ഓഫ് ഡിപ്രഷൻ, നല്ല സ്ലീപ്പ് തരുന്നു എന്നൊക്കെയാണ് പറയുന്നത് റീഡിങ്, വായന. അപ്പൊ വിചാരിക്കും നോവലൊക്കെ എടുത്ത് വെച്ച് ഭയങ്കര നീളത്തിന് വായിക്കണം. വേണ്ട, ടേക്ക് 2 minutes ഓഫ് ടൈം, റീഡ് സംതിങ് ഇൻസ്പയറിങ് യു. അതൊരു ചെറിയ കോട്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചെറിയൊരു എന്തെങ്കിലും ഒരു സ്റ്റോറി ആയിക്കോട്ടെ, പറ്റുന്നതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, വായിക്കണം. ഇപ്പൊ എനിക്കാണെങ്കിൽ ഇപ്പൊ ഡെയിലി നമുക്കൊരു ബുക്ക് എടുത്ത് വെച്ച് 1 page 2 page വായിക്കാനുള്ള ടൈം കിട്ടിയില്ല എന്ന് വിചാരിച്ചോളാം. അല്ലെങ്കിൽ ഒരു ബിഗിനർ ആണ് വായനയിലെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്, ഇപ്പൊ എന്റെ വീട്ടിൽ എനിക്ക് അതിന്റെ ബുക്കിന്റെ പേരോ ഓതറിന്റെ പേരോ ഒന്നും ഓർമ്മയില്ല. ഞാൻ ഒരു +2 ആയിരുന്ന ടൈമിലേക്ക് കിട്ടിയ ഒരു ബുക്കാണ്. അതിനകത്ത് 365 ഡേയ്സിനും ഡേ 1 to അതായത് ഡിസംബർ വരെ, ജനുവരി 1 to ഡിസംബർ 31st വരെയുള്ള ദിവസങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റോറീസ്, കോട്ട്സ്, അല്ലെങ്കിൽ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള പോയിംസ്, എക്സ്പീരിയൻസസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. വളരെ കുറച്ചേ ഉള്ളൂ, ഒരു 1 പാരഗ്രാഫ്, ഒരു ചെറിയ പാരഗ്രാഫേ വരത്തുള്ളൂ. അത് വായിക്കാൻ ഒരു മിനിറ്റ് ഒക്കെ എടുക്കുള്ളൂ. അത്ര സമയം കൊണ്ട് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. സിമ്പിൾ ഇംഗ്ലീഷ് ആണ്. അങ്ങനെയുള്ള ബുക്സ് നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ കിട്ടുമെങ്കിൽ നല്ലതായിരിക്കും. ഞാൻ ആ ബുക്ക് ഇപ്പൊ എന്റെ കയ്യിലില്ല, അതിന്റെ ഓതറിന്റെ പേരും എനിക്ക് ഓർമ്മയില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു 1 minute 2 minutes ഒക്കെ മതിയാവും. റീഡ് സംതിങ് ഇൻസ്പയറിംഗ്. രണ്ടാമത്തത് പുതിയ സ്കിൽസ് പഠിക്കുക എന്നുള്ളതാണ്. ലേൺ ന്യൂ സ്കിൽസ്. കാരണം അത് ബ്രെയിൻ ഇഷ്ടമാണ്, ചാലഞ്ച് ചെയ്യുക. അപ്പം ബ്രെയിൻ അത്രയും ആക്റ്റീവ് ആയിരിക്കും. അപ്പൊ സ്കിൽ എന്ന് പറയുമ്പോൾ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ക്രിയേറ്റീവ് ആയിട്ടുള്ള ആർട്സ്, അല്ലെങ്കിൽ ലാംഗ്വേജ്, മ്യൂസിക്, അങ്ങനെയുള്ള സ്കിൽസ്. പിന്നെ എന്താണ്, കോഗ്നിറ്റീവ് ആയിട്ട് ലാംഗ്വേജ്, പിന്നെ ഡിജിറ്റൽ സ്കിൽസ്. ഇപ്പോഴാണെങ്കിൽ എഡിറ്റിങ്ങും ഫോട്ടോഗ്രാഫിയൊക്കെ നമ്മൾ പഠിക്കുന്നത്. ഞാൻ ഈ അടുത്ത കാലത്ത് നമ്മുടെ ഒരു ഫാമിലിയിലെ കുട്ടികളുടെ അടുത്ത് ചോദിച്ചു വെക്കേഷൻ എങ്ങനെയാ സ്പെൻഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ എഡിറ്റിംഗ് പഠിക്കാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം ഇപ്പോൾ റെലവെന്റ് ആയിട്ട് അതാണ് നല്ലതെന്ന് തോന്നുന്നു. നമ്മളൊക്കെ പണ്ട് വെക്കേഷൻ ക്ലാസ്സിനൊക്കെ പോകുന്നത് എങ്ങനെയാണ്, ഏതെങ്കിലുമൊക്കെ ക്ലാസ്സിന് പോകുമ്പോൾ അവിടെ പോയി ഡ്രോയിങ്, മ്യൂസിക്, അങ്ങനെയുള്ള. ഇപ്പോൾ കുട്ടികൾ എഡിറ്റിംഗ്, ഫോട്ടോഗ്രാഫി, അങ്ങോട്ടൊക്കെയാണ്. വെബ് ഡിസൈനിങ് ആണ് ഒരാൾ പഠിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള നമ്മളെ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യുന്ന, നന്നായിട്ട് നമ്മുടെ ബ്രെയിനിനെ ചാലഞ്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. അതുപോലെ സ്ക്രീൻ ടൈം കുറയ്ക്കണം. ലിമിറ്റ് യുവർ സ്ക്രീൻ ടൈം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം സ്ക്രീൻ ടൈം കുറയ്ക്കാൻ പറയുമ്പോൾ നമ്മൾ മൊബൈല്, അതുപോലെ നമുക്ക് അത്യാവശ്യമാണ്. ഇപ്പൊ സ്ക്രീൻ ടൈം ഇല്ലാതിരിക്കാൻ പറ്റില്ല. എല്ലാ വർക്കും ഓൺലൈനൊക്കെയാണ് നടക്കണമെങ്കിൽ പിന്നെ ഒട്ടും സ്ക്രീൻ ടൈം നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ എങ്കിലും അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ കുറയ്ക്കാൻ പറ്റും. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചു നേരം കുറയ്ക്കാൻ പറ്റും. നമ്മൾ ഡെയിലി ഒരു ½ an hour എങ്കിലും മനഃപൂർവ്വം ഇന്റൻഷനലി എന്ത് ചെയ്യണം, സ്ക്രീനിൽ നിന്ന് വിട്ട് പുറത്തെ കാഴ്ചകൾ കാണാനോ, അല്ലെങ്കിൽ കുട്ടികളുമായിട്ട് സ്പെൻഡ് ചെയ്യാനോ, ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാനോ നമ്മൾ ടൈം മനഃപൂർവ്വം കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം അതാണ്. സ്ക്രീൻ ടൈം ഒഴിവാക്കി ഇരിക്കുക, അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അതൊന്ന് ഒരു ഫ്രീ സോൺ, നമുക്ക് ഫോൺ ഫ്രീ സോൺസ് ഒക്കെ നമ്മുടെ വീട്ടിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാം. ഈ സ്ഥലങ്ങളിലേക്ക് ഫോൺ കൊണ്ടുവരരുത്. അതുപോലെ ട്രാക്കേഴ്സ് യൂസ് ചെയ്യാം. ഇപ്പൊ ആപ്സ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സെറ്റിംഗ്സ്, ഫോണിനകത്ത് തന്നെ ട്രാക്കിംഗ് സിസ്റ്റം ഉണ്ട്, എത്ര നേരം നമ്മൾ ഫോൺ യൂസ് ചെയ്തു എന്നൊക്കെയുള്ളത്. അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ അപ്പോഴും നമ്മൾ ലിമിറ്റ് ചെയ്യാൻ പറയുമ്പോൾ അവിടെ വെറുതെ ഇരിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. റീപ്ലേസ് ഇറ്റ് വിത്ത് സം ഹോബീസ്. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹോബീസ് ഏതാണെന്ന് ചൂസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം, അത് റീപ്ലേസ് ചെയ്യാണ് ചെയ്യേണ്ടത്. കുട്ടികൾക്കായാലും അങ്ങനെ ചെയ്തു കൊടുക്കുക. അവർക്കും ഈ സെൽഫ് കെയർ പ്രാക്ടീസസ് ഒക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെയാണ്. അപ്പൊ അവരെന്ത് ചെയ്യണം, അവർക്ക് നമ്മൾ സ്ക്രീൻ ടൈം റീപ്ലേസ് ചെയ്ത് കൊടുക്കണം. വേറൊരു കാര്യം കൊണ്ട് വേണം നമ്മൾ റീപ്ലേസ് ചെയ്യാനായിട്ട്. അപ്പൊ അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് മൈൻഡ് കെയറിൽ വരുന്നത്. നമ്മൾ അടുത്ത് പോകുന്നത് സോഷ്യൽ കെയർ ആണ്. സോഷ്യൽ കെയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സൊസൈറ്റി ആയിട്ടുള്ള ഇടപെടല്, അതുപോലെ നമ്മുടെ നമ്മൾ കൂടുതൽ വിർച്വൽ ഫ്രണ്ട്സുമായിട്ടാണ് ഇപ്പൊ കണക്റ്റഡ്. റിയാലിറ്റിയിലേക്ക് നമ്മൾ വരുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള കണക്ഷൻസ് നമ്മൾ കൂടുതൽ ഉണ്ടാക്കിയെടുക്കുക. അതിനുവേണ്ടി ടൈം കണ്ടെത്തുക. റിലേറ്റീവ്സിന്റെ വീട്ടിൽ പോവുക, അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോവുക, അല്ലെങ്കിൽ ഒരു മീറ്റപ്പ് അറേഞ്ച് ചെയ്യുക. അങ്ങനെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, കണക്റ്റഡ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് സോഷ്യൽ കെയറിൽ വരുന്നത്. അതുപോലെ സോഷ്യൽ കെയറിൽ വരുന്ന മറ്റൊരു കാര്യമാണ്, ആവശ്യമില്ലാതെ നമ്മൾ സോഷ്യൽ
സൊസൈറ്റിയിലുള്ള കാര്യങ്ങൾ അവരുടെ എക്സ്പെക്ടേഷൻ എടുത്ത് നമ്മുടെ മണ്ടയ്ക്കായിട്ട് വെക്കരുത്. നമ്മൾ നമ്മുടേതായ ലൈഫ് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക, നമ്മുടെ ഗ്രോത്ത് ഉണ്ടാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ബാക്കിയുള്ളവരുടെ എക്സ്പെക്ടേഷൻ നമ്മുടെ പ്രശ്നമല്ല. കാരണം നമ്മൾ അവരുടെ എക്സ്പെക്ടേഷൻ ഒപ്പം നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്ത് വരുന്നത് സ്പിരിച്വൽ അല്ലെങ്കിൽ സോൾ കെയർ ആണ്. ഇത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയാൻ പറ്റും. സോൾ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്കൊരു ആത്മാവുണ്ട്. അതാണ് നമ്മുടെ കോർ എന്ന് പറയുന്നത്, അല്ലെ, നമ്മുടെ ലൈഫിന്റെ കോർ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് എങ്ങനെ വേണോ എടുക്കാം. അതായത് നമുക്ക് ഒരു കണ്ടീഷൻ ഉണ്ടാവണം, നമ്മുടെ ഇൻഡിവിജ്വൽ നമ്മളിൽ നിന്ന് വലിയ എന്തോ ഒരു സംഭവത്തിനോട് നമുക്കൊരു കണക്ഷൻ എപ്പോഴും ഉണ്ടാവണം. അത് എന്തും ആവാം. അത് നിങ്ങൾ എങ്ങനെ വേണോ നിങ്ങൾക്ക് അതിനെ ഉദ്ദേശിക്കാം, ഊഹിക്കാം. അപ്പൊ നമ്മൾ ദൈവം എന്നൊക്കെ പറയുന്ന പോലെ നിങ്ങളുടെ എന്താണോ വിശ്വാസം അങ്ങനെ. പക്ഷെ അതിലൊരു എപ്പോഴും ഒരു കണക്ഷൻ നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മുടെ സോളുമായിട്ടൊരു കണക്ഷൻ നമുക്ക് ഉണ്ടായിരിക്കണം. അവിടെയാണ് നമ്മൾ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് നമുക്ക് മുന്നോട്ട് നയിക്കാൻ പറ്റുന്നത്. നമ്മൾ ഈ എന്താണ് സന്യാസിമാരെയൊക്കെ കണ്ടിട്ടില്ലേ, ബുദ്ധ സന്യാസിമാരെ കണ്ട് വളരെ പീസ്ഫുൾ ആണ്. അവർ ഏതൊരു സിറ്റുവേഷനിലും വളരെ പീസ്ഫുൾ. എത്ര സന്തോഷമായാലും എത്ര സങ്കടമായാലും ഒരേ ഇമോഷനാണ് അവർക്ക്. സങ്കടങ്ങളിൽ ഓവർവെൽഡ് ആവാറുമില്ല, സന്തോഷങ്ങളിൽ എക്സൈറ്റഡ് ആവാറുമില്ല. വളരെ പീസ്ഫുൾ ആയിട്ട് പോകുന്ന ഒരു, എപ്പോഴും നമുക്ക് സന്യാസിമാരാവാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അങ്ങനെയല്ല. എങ്കിലും നമ്മൾ ആ ഒരു ഇന്നർ പീസ് നമ്മളിലേക്ക് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും കണക്റ്റഡ് ടു നേച്ചർ. അതുപോലെ മെഡിറ്റേഷൻ, യോഗ, ബ്രീത്തിങ് എക്സസൈസ്, അതുപോലെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മ്യൂസിക്കുകൾ കേൾക്കുക, നല്ല നല്ല സ്പിരിച്വൽ ആയിട്ടുള്ള ബുക്സോ അങ്ങനെയുള്ള കാര്യങ്ങൾ വായിക്കുക. നമ്മൾ യഥാർത്ഥത്തിൽ സോളിനെ അറിയുക എന്നുള്ളതാണ്. നമ്മുടെ സോളിന് എന്താണ് ആവശ്യം, എപ്പോഴാണ് നമ്മുടെ സോളും നമ്മളുമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടായി, നമ്മൾ എപ്പോഴാണ് പീസ്ഫുൾ ആയിരിക്കുന്നതെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. എന്ത് ചെയ്യുമ്പോഴാണ് വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്നത്, ആ കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ചെയ്യണം. അതാണ് സോളിനുള്ള കെയർ എന്ന് പറയുന്നത്. ചിലർക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ വളരെ മെലോഡിയസ് ആയിട്ടുള്ള മ്യൂസിക് കേൾക്കുമ്പോൾ വളരെ ശാന്തമായിട്ടിരിക്കാൻ പറ്റും. എങ്കിൽ അതാണ് നിങ്ങളുടെ സോളിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം, വളരെ ഇന്നർ പീസ് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാര്യം. നിങ്ങളുടെ വാല്യൂസിനെ അതിൽ റിഫ്ലക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ ശരിക്കും, ഇത് നമ്മുടെ പേഴ്സണാലിറ്റി നമ്മൾ വെളിയിൽ കാണിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ശരിക്കും എന്താണെന്നുള്ളത് നമ്മളല്ല, പുറത്ത് നമ്മൾ കുറെ കൂടെ നമ്മൾ ബൂസ്റ്റ് ചെയ്ത് നല്ലതായിട്ടാണ് കാണിക്കുന്നത്. നമ്മുടെ സോളാണ് യഥാർത്ഥത്തിലുള്ള സംഭവം, കോർ എസെൻസ് എന്ന് പറയുന്നത്. അതെന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അവിടേക്ക് നമ്മൾ എപ്പോഴും ഒരു കണക്ഷൻ ഇട്ടിരിക്കണം. അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ എനർജിയെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഇത് ഒരു സെൽഫ് ലവിന്റെ ടിപ്സ് ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ എല്ലാം കൂടെ കംപ്രൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു ചെറിയ ടിപ്സ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. ഒന്ന്, നിങ്ങളുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ, അതായത് നിങ്ങളുടെ ആ സമയത്ത് ബ്രെയിൻ വളരെ ആക്റ്റീവ് ആയിരിക്കും. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എന്തും ബ്രെയിൻ എടുക്കും എന്നുള്ളതാണ്. ഡേ നിങ്ങൾ ഉണർന്ന് എണീറ്റ ഉടനെയുള്ള സമയത്ത്, ആ സമയത്ത് ഇങ്ങനെ ബ്രെയിൻ ഇങ്ങനെ വർക്ക് ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ. ആ ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പോസിറ്റീവ് ആയിട്ടുള്ള അഫിമേഷൻസ് കൊടുക്കുക. ഞാൻ വേർതിയാണ്, ഞാൻ എനർജറ്റിക് ആണ്, ഐ എം പോസിറ്റീവ്, ഐ എം യൂസ്ഫുൾ, അല്ലെങ്കിൽ ഞാൻ വളരെ നിങ്ങളെക്കുറിച്ചുള്ള പോസിറ്റീവ് ആയിട്ടുള്ള അഫിമേഷൻസ് ആ ടൈമിൽ നിങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. നിങ്ങളുടെ ഫോണിൽ നിങ്ങളെക്കുറിച്ചുള്ള പോസിറ്റീവ് ആയിട്ടുള്ള അഫിമേഷൻ ഒരു 2 minutes 1 minute വരുന്ന ഒരു വോയിസ് റെക്കോർഡ് ചെയ്ത് എന്നും രാവിലെ കേൾക്കാൻ പറ്റിയാൽ കുറച്ച് ബെറ്റർ ആയിരിക്കും. ഇനി നിങ്ങളുടെ വോയിസ് കേൾക്കുമ്പോൾ ഒരു തരം എന്താണ് അതൊരു ഒരു രസമല്ല, നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ യു ക്യാൻ റൈറ്റ് ഇറ്റ് ഡൗൺ ആൻഡ് റീഡ്, അങ്ങനെയും ചെയ്യാം. എനിക്ക് തോന്നുന്നു ഫോണിൽ സെറ്റ് ചെയ്ത് കേട്ടാൽ കുറച്ചുകൂടെ നന്നായിരിക്കും നിങ്ങളുടെ ഒരു വോയിസ്. അതുപോലെ ബൗണ്ടറീസ്, ഹെൽത്തി ആയിട്ടുള്ള ബൗണ്ടറീസ് സെറ്റ് ചെയ്തെടുക്കുക. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഡെയിലി സെൽഫ് കെയർ, മൈൻഡ് കെയർ, ബോഡി കെയർ, സോൾ കെയർ, അതുപോലെ നിങ്ങളുടെ ഫിസിക്കൽ കെയർ എല്ലാം നിങ്ങൾ എന്താണോ ഇഷ്ടപ്പെടുന്നത് അതിൽ നിങ്ങൾ ചൂസ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഓരോ വിജയങ്ങളും നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യണം. നിങ്ങളിപ്പോൾ ചെറിയൊരു കാര്യം നന്നായിട്ട് നിങ്ങൾ കുക്ക് ചെയ്ത് നന്നായിട്ട് വീട്ടിലെല്ലാം കൊടുത്തെങ്കിൽ അന്ന് നിങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയൊരു സെലിബ്രേഷൻ, നിങ്ങളൊരു മനസ്സിൽ നിങ്ങൾക്കൊരു സന്തോഷം ഉണ്ടാവണം. അതിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ വിജയിച്ചാൽ ഒരു മധുരം വാങ്ങി കഴിക്കുക. ഇതൊക്കെ ചെറിയ ചെറിയ വിൻസ്, നിങ്ങളുടെ പ്രോഗ്രസ്സിനെ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുക. നിങ്ങളത് എവിടെയെങ്കിലും എഴുതി വെക്കുക, അതൊക്കെ നല്ലതാ. ഓക്കെ, പിന്നെ നിങ്ങളുടെ സോഷ്യൽ കമ്പാരിസൺ ഒന്ന് ഒഴിവാക്കുക, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, മൂവ് യുവർ ബോഡി, സ്ട്രെച്ച് ചെയ്യുക, എക്സസൈസ് ചെയ്യുക, വാക്കിന് പോവുക, കുട്ടികളുമായിട്ട് കളിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ.
അതുപോലെ നിങ്ങളുടെ നെറിഷ് യുവർ മൈൻഡ് ആൻഡ് ബോഡി. നന്നായിട്ട് റെസ്റ്റ് എടുക്കുക, ഫുഡ് കഴിക്കുക, ശരിക്കും നന്നായിട്ട് വെള്ളം കുടിക്കണം. കാരണം വെള്ളം, അതായത് ഹൈഡ്രേഷന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് മെന്റൽ ഹെൽത്തിൽ. നിങ്ങൾ കുടിക്കുന്നതിന്റെ ഒരു ഗ്ലാസ് കുറയുന്നത്, അതായത് ഇപ്പൊ നമുക്ക് ഇത്ര എമൗണ്ട് ഒരു വെള്ളം നമ്മുടെ ശരീരത്തിന് വേണമെന്നുണ്ട്, അതിൽ നിന്ന് ഒരു ഗ്ലാസ് കുറഞ്ഞാൽ റിസ്ക് ഓഫ് ഡിപ്രഷൻ കൂടും എന്നാണ് പറയുന്നത്, സയൻസ് പറയുന്നത്. ഓക്കെ. അതുപോലെ സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പോസിറ്റിവിറ്റി. നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളെ ചൂസ് ചെയ്യുമ്പോൾ, നിങ്ങളുടെ സർക്കിളിലുള്ള ആൾക്കാരെ ചൂസ് ചെയ്യുമ്പോൾ വളരെ എനർജി നിങ്ങളെ ബൂസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ ചൂസ് ചെയ്യുക. നിങ്ങളുടെ എനർജി ഡ്രെയിൻ ചെയ്യുന്ന ആൾക്കാരെ എന്ത് ചെയ്യരുത്, ചൂസ് ചെയ്യരുത്. അപ്പൊ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്കൊരു നമ്മളൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് കൊടുക്കണം. സോ ഇതൊന്നും വലിയ വലിയ ചേഞ്ചസ് കൊണ്ടുവരാനല്ല, സ്മോൾ സ്റ്റെപ്സ് എവറി ഡേ, ദാറ്റ് ഈസ് ഗിവിങ് യു എ ബിഗ് സക്സസ്. നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ലൈഫ് ലോങ് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കണം. അപ്പൊ അതിന് സിമ്പിൾ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ചെറിയ ചെറിയ സ്റ്റെപ്സ് എല്ലാ ദിവസവും എടുക്കുക. അതായിരിക്കും നിങ്ങളെ വലിയ സക്സസ്സിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അല്ലാതെ വലിയ കാര്യങ്ങൾ ഒറ്റയടിക്ക് ചെയ്യുന്നതല്ല സക്സസ്സിലേക്ക് എത്തിക്കുന്നത്. 1% ബെറ്റർ എവറി ഡേ എന്നുള്ളതായിരിക്കണം നമ്മുടെ സ്ലോഗൻ. അത് നമ്മൾ എന്നും ഡെയിലി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വലിയ വലിയ സക്സസ്സിലേക്ക് എത്തും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ടു മീ. ഇനി നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാനുള്ളത് ചെയ്യാം, ഫീഡ്ബാക്സ് പറയാം. അപ്പൊ നിങ്ങൾക്കുള്ള സമയമാണ് ഇനി. ഓക്കെ, പറഞ്ഞോളൂ. ഓക്കെ, ബീഗം ഷഹാനാജി കേൾക്കാമോ? കേൾക്കാം. ഹായ് സാർ. ഓക്കെ, ഞാന് ആ സൈക്കോളജിസ്റ്റ് എല്ലാവരും ഈ കാര്യം അറിയാമെന്ന് വിചാരിക്കുന്നു. കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറഞ്ഞാൽ അതില് ബോഡി ലാംഗ്വേജ് ഇറ്റ് പ്ലേസ് എ ബിഗ് റോൾ എന്നുള്ളതാണ് എല്ലാ കമ്മ്യൂണിക്കേഷൻ സ്കിൽസും ബുക്കും പറയുന്നത്. അതിൽ ഫേസും ഫേഷ്യൽ എക്സ്പ്രഷൻസും ആണ്. അപ്പോൾ ഇവിടെ ത്രൂ ഔട്ട് ദി സെഷൻ ബീഗം ഷഹാനാജി മുഖം ആ കാണിക്കാതെയാണ് പ്രസന്റ് ചെയ്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനും അതുപോലെ ഫീഡ്ബാക്ക് തരുമ്പോഴേ ആ എൻ്റെ മുഖവും കാണിക്കാതെ പ്രസന്റ് ചെയ്യാമെന്നാണ് പറയുന്നത് ഓക്കെ. എൻ്റെ. അപ്പോൾ അതാണ്. അപ്പോൾ ഐ വണ്ടർ വൈ ആ തിയറി ബുക്കിലെല്ലാം പറയുന്ന കമ്മ്യൂണിക്കേഷൻ സ്കിൽസിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ നന്നായിട്ട് അറിയുന്നവരായിരിക്കണം സൈക്കോളജിസ്റ്റ്. ആ എന്നിട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതിലും വേറെയും ഒരുപാട് പേര് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ആ ആരും തന്നെ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇതെല്ലാം മുഖമെല്ലാം കവർ ചെയ്ത് പ്രസന്റ് ചെയ്തിട്ടേ ഇല്ല. ആ താങ്ക് യു. ഓക്കെ. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു സോ മച്ച് ഷഹാന മാം. ഇന്നത്തെ ഈ വിഷയത്തിനോട് അനുബന്ധിച്ച് ആർക്കെങ്കിലും ആഡ് ഓൺ ചെയ്യാനോ അല്ലെങ്കിൽ ഫീഡ്ബാക്ക് തരാനോ ഉണ്ടെങ്കിൽ തരാം കേട്ടോ. ഓക്കെ, ഐ തിങ്ക് ആർക്കും ആഡ് ഓൺ ചെയ്യാനില്ല എന്ന് തോന്നുന്നു. എല്ലാവരും ഈ പറഞ്ഞ പോലെ അല്ലേ ഷഹാന മാം, സെൽഫ് ലവിനെ കുറിച്ചും എല്ലാത്തിനെ കുറിച്ചും റിയലൈസ് ചെയ്യുന്ന ഒരു ആരും സമയമാണെന്ന് ഒരാൾ തോന്നുന്നു. സംസാരിക്കാൻ യെസ്, മാൻസി മാം പറയൂ. മാൻസി മാം പറയൂ. മാമിന്റെ സെഷൻ വളരെ നന്നായിരുന്നു. താങ്ക് യു. ഇഷ്ടംപോലെ പോയിന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ആ പക്ഷെ എനിക്ക് ഒരു കാര്യത്തിന് സംശയമുണ്ട്. ആ നമ്മൾ ബൗണ്ടറി കീപ്പപ്പ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, ആ അത് നമ്മുടെ ഡിയേഴ്സ് ആൻഡ് നിയേഴ്സ് ആണെങ്കിൽ ആ ഇപ്പൊ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, ആ നമുക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ, ആ അപ്പൊ അതെങ്ങനെ നമ്മളത് കൈകാര്യം ചെയ്യും? അതെ മാം, നമ്മുടെ വീടിനകത്ത് നമുക്ക് എന്തുണ്ടാവാറുണ്ട്, ഇങ്ങനെയുള്ള ഇഷ്യൂസ് കാണാറുണ്ട്. നമുക്ക് ചിലപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടാറില്ല, അല്ലെങ്കിൽ അവർ പ്രവർത്തിക്കുന്നത് ഇഷ്ടപ്പെടാറില്ല, അല്ലെ? അവിടെ നമുക്ക്, ഞാൻ പറഞ്ഞ പോലെ, നമുക്ക് അവർ തോന്നി പൊളൈറ്റ് ആയിട്ട് പറഞ്ഞാൽ മനസ്സിലാകുന്ന ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് അവരോട് പറഞ്ഞ് മനസ്സിലാക്കാം. ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമുക്ക് അവരോട് സ്പെൻഡ് ചെയ്യുന്ന ടൈം എവിടെയൊക്കെയാണ്, നമുക്ക് എപ്പോഴാണ് കൂടുതലായിട്ട് അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നത് എന്ന് മനസ്സിലാക്കാമല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങൾ എൻഗേജ്ഡ് ആവാതിരിക്കാൻ ശ്രമിക്കാം. ആ ടൈം നമുക്ക് മറ്റൊരു കാര്യത്തിന് വേണ്ടി ഫോക്കസ് ചെയ്യാം. നമ്മുടെ എനർജി നമ്മൾ വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവരുമായിട്ട് ഇപ്പം നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യേണ്ട, അല്ലെങ്കിൽ അത് കുഴപ്പമില്ലാത്ത ആളാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാം. അല്ല, ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഏറ്റവും ലവ്ഡ് വൺസ്, ഇപ്പോൾ പറഞ്ഞ പോലെ നിയർ ആയിട്ടുള്ള ആൾക്കാരാണ് എങ്കിൽ അവരെന്തുകൊണ്ട് അങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് ആദ്യം നമുക്ക് കണ്ടുപിടിക്കാം ഫസ്റ്റ്. അതിനുശേഷം അവർ പറഞ്ഞാൽ മനസ്സിലാക്കുന്നവരാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നമുക്ക് അതനുസരിച്ച് മാറ്റങ്ങൾ നമ്മുടെ സ്വഭാവത്തിൽ വരുത്താന്നുള്ളതാണ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു മാം.
ഹലോ, യെസ് മാം. ഗുഡ് ഈവനിങ്. ഗുഡ് വളരെ ഈവനിങ്. നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. നമ്മുടെ ലൈഫിൽ നമ്മൾ സ്വതവേ ഡെയിലി ചെയ്യുന്നതിനെ പറ്റിയൊക്കെ ഒരുപാട് ക്ലാസ് നമുക്ക് എന്താ പറയാ അറിവുകൾ കിട്ടി. ഇന്ന് പ്രത്യേകിച്ചൊന്നും റീഡിംഗ് ഒന്നും ഇല്ല, കുറവാ. സ്ക്രീനായിട്ട് ബന്ധപ്പെട്ട് അത് എല്ലാ ന്യൂസും നമുക്ക് നമ്മളെ കയ്യിൽ തന്നെ ഉണ്ട്, എപ്പോഴും വരും, തുമ്പിലൂടെ വരും. പിന്നെ അതേപോലെ ഉറക്കം കുറവുള്ള ആളുകളായിരിക്കും നമ്മള് ഒരുവിധം ഒന്ന് ഈ ഫോൺ കൊണ്ട് തന്നെ, ഫോണൊക്കെ യൂസ് ചെയ്ത് ഒരു 12 മണി 1 മണിയൊക്കെ ആയിരിക്കും ചില ഫോണിലൊക്കെ ലോക്ക് ചെയ്യുന്നത്. പിന്നെ നേരത്തെ എഴുന്നേറ്റ് അപ്പോൾ ഉറക്കില്ല, പിന്നെ എന്തെങ്കിലും ടെൻഷൻ കൊണ്ട് ഉറക്കില്ല. പക്ഷെ മാഡത്തിന്റെ ക്ലാസ്സിലൊക്കെ ഒരുപാട് പ്രചോദനമായ ക്ലാസ്സാണ്. ഒരു പിന്നെ നമ്മൾ നിത്യന് നേരത്തെ മാഡം ചോദിച്ച അതേ ചോദ്യത്തിന് ഞാൻ ചോദിക്കാൻ വന്നിരുന്നു, അപ്പൊ ഒന്ന് പറഞ്ഞപ്പോ മനസ്സിലായി ബൗണ്ടറീസിനെ പറ്റി. ഓക്കെ. അല്ല, ശരി, അതൊരു ഓക്കെ, ഡൗട്ടാണ് എല്ലാവർക്കും. നമ്മുടെ ആ ആ വീടിനകത്ത് ആ തന്നെ പലപ്പോഴും നമുക്ക് അത് ഫീൽ ചെയ്യാറുണ്ട്. ഇപ്പൊ ഞാനും ഒക്കെ ആ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാർ തന്നെയാണ് അതൊക്കെ. ഇപ്പൊ അപ്പൊ ഞാനൊന്നും നമ്മളവിടെ ഒരു എന്ത് ചെയ്യും? ആ നമുക്ക് നമ്മളെ അല്ലേ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. വേറൊരാളുടെ ആ ഇമോഷൻസോ അവരുടെ ആക്ഷൻസോ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പൊ അതെ അവിടെ നമ്മൾ എന്ത് ഞാൻ ചെയ്യുക? നമ്മുടെ ബിഹേവിയർ അവർക്ക് കൺട്രോൾ ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തത്. ഞാനൊന്നും ആരോടും അങ്ങനെ നോ ഒന്ന് എങ്ങനെ പറയാന്നുള്ള ഒരു ഇതിലാ നിൽക്കുക. ഞാൻ ഒന്നും അല്ല, നമ്മുടെ എനർജി ഡ്രെയിൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നോ പറയാൻ നമ്മൾ ശ്രമിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. ആദ്യമേ കയറി നമുക്ക് ആ എല്ലാത്തിനും പറയാൻ പറ്റില്ല, എങ്കിലും നമുക്ക് പറയാൻ പറ്റുന്ന നമ്മളെ എനർജി ഡ്രെയിൻ ചെയ്യുന്ന കാര്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നോ പറയാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം എന്നാ പറഞ്ഞത്. നമ്മൾ പ്രാക്ടീസിലൂടെയാണ് ഓരോ കാര്യങ്ങളും നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്നത് എന്നുള്ളത്. ഓക്കെ മാം. ഓക്കെ, താങ്ക് യു. ഓക്കെ. ഷഹാന മാം, ഗുഡ് ഈവനിങ്. യെസ്, ഗുഡ് ഈവനിങ് മാം. വളരെ മനോഹരമായ ഒരു വിഷയം തന്നെയായിരുന്നു കൈകാര്യം ചെയ്ത രീതി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഈ റീസെന്റ് ആയിട്ടും ഇതുപോലെ സെൽഫ് ലവിനെ കുറിച്ചൊക്കെ വേറെയും സെഷൻസ് ഒക്കെ കേൾക്കാറുണ്ട്. നമ്മൾ എത്ര കേട്ടാലും ഈ പറഞ്ഞ മാതിരി പലപ്പോഴും നമ്മളെ ഇടയിലൊക്കെ ഡ്രീൻഡ് ഔട്ട് ആയി പോകും അല്ലേ. നമ്മൾ മാം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെ പ്രയോറിറ്റൈസ് ചെയ്യുന്നതിന്റെ തിരക്കിൽ നമ്മൾ വിട്ടുപോകും. നമുക്ക് പലപ്പോഴും മനസ്സിലാവാത്ത മറ്റുള്ളവരെ പ്രയോറിറ്റൈസ് ചെയ്യണ്ട, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട എന്നല്ല, പക്ഷെ അതിൻ്റെ ഒപ്പം നമ്മളെയും കൂടി അതിൽ വാല്യൂ ചെയ്യുകയും നമ്മളെയും പ്രയോറിറ്റൈസ് ചെയ്യാൻ നമ്മൾ പഠിക്കണം എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സെഷൻസും ക്ലാസ്സുകളും ഒക്കെ നമുക്ക് വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ അതൊരു ഓർമ്മപ്പെടുത്തലാണ്. എവിടെയെങ്കിലുമൊക്കെ നമ്മൾ വീണ്ടും അല്ലെ, നമ്മളെ ഓർക്കാതെ വഴിതെറ്റി പോകുന്ന നിമിഷങ്ങളിൽ ഇത്തരത്തിലുള്ള സെഷൻസ് വരുമ്പോൾ നമുക്ക് വീണ്ടും റീഗെയിൻ ചെയ്യാൻ, നോ, എനിക്ക് ഞാൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ എന്നെ ഞാൻ കുറച്ചും കൂടി പ്രയോറിറ്റൈസ് ചെയ്താൽ മാത്രമാണ് മാം ഇന്ന് കറക്റ്റ് ആ സെഷനിൽ പറഞ്ഞതുപോലെ പോർ ഔട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ എന്നെ തന്നെ ഫില്ല് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ വളരെ മനോഹരമായി തന്നെ ആ ഒരു വിഷയം കൈകാര്യം ചെയ്ത് വളരെ സന്തോഷം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ബ്യൂട്ടിഫുൾ സെഷൻ. അതുപോലെ തന്നെ മാമിന് നല്ലൊരു ഇൻട്രോ പറഞ്ഞ് സംന മാമിന് ഒരുപാട് നന്ദി. അതുപോലെ നമ്മളെ ഇത്രയും നേരം കേട്ടിരുന്നതും നമ്മളോട് കൂടെ ഇതേപോലെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ തന്ന എല്ലാവരോടും ഒരുപാട് നന്ദി. നമ്മൾ ഇതേപോലെ മറ്റൊരു ട്രെയിനറുമായി അടുത്ത ദിവസം വീണ്ടും വെനസ്ഡേ കാണുന്നതായിരിക്കും. അന്നും ഇതുപോലെ എല്ലാവരും ഒത്തുചേരണം. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു ഷഹാന മാം. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. Nice.